സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ ഇട്ടുതരാം. എക്സാം എടുത്തായി തുടങ്ങി. ഞാൻ CA ഇൻ്റർവ്യൂ പഠിക്കുന്ന സമയത്ത് RTP ട്രൈ ചെയ്തിരുന്നു. അന്ന് നമുക്ക് ഇങ്ങനത്തെ സെഷൻസോ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി സിക്കാസ് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതോ റിവിഷൻ സീരീസോ അല്ലെങ്കിൽ യൂട്യൂബിലെ സെഷൻസോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പിനാണ് അപ്ലൈ ചെയ്തത്. ഫാക്കൽറ്റിക്ക് പറഞ്ഞ RTP ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമുക്കൊരു നിലക്കും സോൾവ് ആക്കാൻ പറ്റാത്ത ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു RTPയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു അറൗണ്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 5 ഫെമിലിയർ, ബാക്കി 15 ഒരു ഐഡിയ ഇല്ല. ആ 5 ഫെമിലിയർ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ നോട്ട്സിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഏറ്റവും ടെക്നിക്കൽ സാധനമാണ്. RTPയിൽ കണ്ട ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സംഭവങ്ങൾ. ബാക്കി 15 തൊടാൻ പോലും പറ്റാത്ത ടൈപ്പ് സാധനമായിരുന്നു. ഐ ഹാഡ് എ മിനി ഹാർട്ട് അറ്റാക്ക്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈവൻ ആഫ്റ്റർ ബീങ് എ ഫാക്കൽറ്റി നമ്മൾ സ്റ്റുഡൻസിനോട് പറയാം RTP പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. മേ ബി നിങ്ങൾക്കൊരു മിനി ഹാർട്ട് അറ്റാക്ക് വന്നേക്കാം, പക്ഷേ ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ബെറ്റർ ദാൻ എക്സാം ഹാളിൽ RTP ഒന്നും പ്രാക്ടീസ് ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നതിനേക്കാൾ ബെറ്റർ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അഗെയിൻ ഈവൻ ഇഫ് യു ഫീൽ ലൈക്ക് ചില ഏരിയാസ് എനിക്ക് അറിയില്ല സാറേ, ഞങ്ങളിത് പഠിപ്പിച്ചപ്പോൾ നമ്മളത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, വട്ട് എവർ, ഇതൊരു ലേണിംഗ് ആയിട്ട് കൂട്ടുക. ടേക്ക് ഇറ്റ് ആസ് എ ബോണസ്. ഡിറ്റോ സെയിം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അഡ്വാൻറ്റേജിലാണത്. പലപ്പോഴും വരാറുണ്ട്. ഇത് സബ്ജക്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഏത് RTP എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളെ അറ്റംപ്റ്റിൽ RTP തന്നെ ആവണം എന്നില്ല, അതിൻ്റെ തൊട്ട് മുന്നത്തെ RTP എന്നും ആവാം. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം ഡയറക്റ്റ്ലി സെഷനിലേക്ക് പോവാം. ആൻഡ് ദെൻ വിൽ ബി ഹാവിങ് എ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഓൾസോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഫുള്ള് വോയിസ് ആയിട്ടും ചോദിക്കുക, ചാറ്റായിട്ടും ചോദിക്കുക. ഇപ്പോൾ നമ്മളൊരു സീക്വൻസിലാണ് ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുക ചെയ്യുക. ആൻഡ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് തുടങ്ങണം. ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ ടു MCQ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഗ്രാബ് ലിമിറ്റഡ് എന്തൊക്കെ ഡാറ്റ തരുന്നുണ്ട്, ഫുള്ള് ഗ്രാബ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഗ്രാബ് ലിമിറ്റഡ്, ഓക്കെ, പബ്ലിക് കമ്പനിയാണ്. ലിമിറ്റഡ് എന്ന പേരിന്റെ ലാസ്റ്റുള്ള ഇസ് എൻ അൺലിസ്റ്റഡ് കമ്പനി intends to make public offer. Okay, so we are talking about chapter number 3, prospectus and allotment of securities എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. However, they are not sure about the compliance requirements for issuing securities in dematerialized form. അപ്പോൾ അവർക്ക് ഡിമാറ്റുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങളുണ്ട്. അതിനാണ് ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഗ്രാബ് ലിമിറ്റഡ്, you being an expert, guide Grab Limited on the relevant provisions of Companies Act 2013 and whether Grab Limited is eligible to issue its securities. Now see, Companies Act പ്രോസ്പെക്ടസ് ചാപ്റ്ററിൽ ഡിമാറ്റിനെ പറ്റി പറഞ്ഞ സെക്ഷൻ 29 ആണ്. നമുക്ക് CA ഇന്ററിൽ സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ റിവിഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ നമ്പർ ഒക്കെ കോട്ട് ചെയ്തിട്ടാണ് പഠിപ്പിക്കുക. ഇഫ് പോസിബിൾ കോട്ട് ചെയ്താൽ ആഡഡ് ഇംപ്രഷൻ ആണ്. ബട്ട് സെക്ഷൻ നമ്പർ കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. അതർവൈസ് ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 എന്ന് എഴുതുക. ആൻഡ് ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ എഴുതി കഴിഞ്ഞാൽ, പ്രൊവിഷൻ എന്നുള്ള ബ്രോഡർ ടേം ആണ്, അതിൽ ആക്ടിലെ സെക്ഷൻസും പെട്ടു, റൂൾസും പെട്ടു. അപ്പോൾ പിന്നെ വേറെ സെപ്പറേറ്റ് റൂൾ നമ്പർ കോട്ട് ചെയ്യുക, റൂളിന്റെ ചാപ്റ്ററിന്റെ പേര് എഴുതാൻ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഇവിടെ ഡിമാറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 29 ആണ്. ഇൻഫാക്ട് കമ്പനീസ് ആക്ട് പറയുന്നത് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിന് 2 കാര്യങ്ങൾ കമ്പൽസറിയാണ്. ഒന്ന് ലിസ്റ്റിംഗ് കമ്പൽസറിയാണ്. ലിസ്റ്റിംഗ് കമ്പൽസറി അത് സെക്ഷൻ 40 സബ്സെക്ഷൻ 1 പറഞ്ഞത്. 2 ഡിമാറ്റ് കമ്പൽസറിയാണ്. നൗ ഇവിടെ ഇവർ ചോദിക്കുന്നത് ഗ്രാബ് ലിമിറ്റഡ് അൺലിസ്റ്റഡ് കമ്പനിയാണ്, ഇന്റൻസ് ടു മേക്ക് പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ്. അവർ പബ്ലിക് ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആർ നോട്ട് ഷുവർ അബൌട്ട് ദി കംപ്ലയൻസ് റിക്വയർമെന്റ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ഇൻ ഡിമാറ്റ് ഫോം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡ്വൈസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഡിമാറ്റിനെ പറ്റി സെക്ഷൻ 29 എന്താ പറയുന്നത്? കമ്പനീസ് ആക്ട് പണ്ട് പറഞ്ഞിരുന്നത് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിന് ഇവർക്ക് ഡിമാറ്റ് കമ്പൽസറി ആണെന്നാണ് പറഞ്ഞത്. സബ്സീക്വന്റ്ലി കുറച്ച് മുന്നേ, അത്യാവശ്യം പഴയൊരു അമെൻമെന്റ് ആണ്, അമെൻമെന്റിലൂടെ സബ്സീക്വന്റ്ലി ഒരു ചേഞ്ച് വരുത്തിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് പവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ സെക്യൂരിറ്റീസ് ഡിമാറ്റ് ഫോമിൽ ഇഷ്യൂ ചെയ്യണം എന്ന് അവിടെ സെൻട്രൽ ഗവൺമെന്റിനും പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് വെനെവർ കമ്പനീസ് ആക്ടിൽ ഒരു കാര്യം പ്രിസ്ക്രൈബ് ചെയ്താൽ അത് എവിടെ പ്രിസ്ക്രൈബ് ചെയ്യുക? അത് റൂൾസിലാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് ആക്ടിൽ അതിന്റെ വേർഡിങ്സ് എങ്ങനെ ഉണ്ടാവുക? ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് വേർഡിങ്സ് ഉണ്ടാവുക. ലെറ്റ്സ് സീ എന്താ പറയണെന്നുള്ളത്. The given issue is based on Section 29 of the Companies Act 2013, read with rule numberലൊന്നും നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. റൂളിന്റെ പേരും ഇഫ് അറ്റ് ഓൾ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അഗെയിൻ നമ്മൾ ടെക്സ്റ്റിലുള്ള എല്ലാ റൂളിന്റെ പേരും നിങ്ങൾ പഠിച്ചു വെക്കാൻ നിൽക്കേണ്ട. ഏറ്റവും ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്,
ഏത് ചാപ്റ്ററിന് അണ്ടറിലാണോ ആ റൂൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് റൂളിന് ഉണ്ടാവുക. കമ്പനീസ് എന്ന് എഴുതിയിട്ട് പിന്നെ ചാപ്റ്ററിന്റെ പേര് പിന്നെ റൂൾസ് 2014. ഇതൊരു കോമൺ സംഭവം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിലുള്ള എല്ലാം നമുക്ക് 2014 ആണ് റൂൾസ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഉള്ള ചാപ്റ്റർ ആണ്. ഈ റൂള് നമുക്ക് റെലവെന്റ് ആണ്. ഇഫ് യു നോ ദി നെയിം ഓഫ് ദി ചാപ്റ്റർ ആൻഡ് യു നോ ഈ പബ്ലിക് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രോസ്പെക്ടസ് എന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ ഇറ്റ് വുഡ് ബി ബെറ്റർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റിയാൽ കമ്പനീസ് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് റൂൾസ് 2014 അത്ര. ഈ മേലത്തെ റൂൾ നിങ്ങൾ നോക്കിയാൽ വേണ്ട, കാരണം ഇതിന് നമുക്ക് ഒരുപാട് റെലവൻസ് അല്ലെങ്കിൽ ഒരുപാട് റെഫറൻസ് നമ്മൾ CA ഇന്റർനെറ്റ് സിലബസിൽ വരുന്നില്ല. ഇനി ഈ താഴത്തും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, എന്തെഴുതാ, ആസ് പെർ റെലവെന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് ആൻസർ സ്റ്റാർട്ട് ചെയ്യണം. സെക്ഷൻ 29 പറയുന്നത് ഡീൽസ് വിത്ത് പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് എവ്രി കമ്പനി മേക്കിംഗ് എ പബ്ലിക് ഓഫർ. ഇതായിരുന്നു പണ്ടും നിയമത്തിൽ ഉണ്ടായിരുന്നത്. ഈ സംഭവമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിന് ഡിമാറ്റ് കമ്പൽസറി ആണ്. ആൻഡ് ദെൻ കമ്പനീസ് ആക്ടിൽ ഒരു അമെൻമെന്റ് വരുത്തിയിട്ട് ഈ ഡിമാറ്റ് കമ്പൽസറി ആക്കണ സ്കോപ്പ് കൂട്ടി. ഒന്ന് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിനൊക്കെ ഡിമാറ്റ് കമ്പൽസറി ആണെന്ന് പറഞ്ഞു. അതിന് പുറമെ സെൻട്രൽ ഗവൺമെന്റ് പവർ കൊടുത്തു. സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ചില ക്ലാസസ് ഓഫ് കമ്പനീസിനും ഡിമാറ്റ് കമ്പൽസറി ആണ് എന്ന് വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെക്കാം, ഇത്ര ടേൺ ഓവർ ഉള്ള കമ്പനീസ്, ഇത്ര ക്യാപിറ്റൽ ഉള്ള കമ്പനീസ്, അവർ സെക്യൂരിറ്റീസും ഡിമാറ്റ് ഫോമിലാവണം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആക്ട് പറയണത് എന്താ? ഫസ്റ്റ് പറയണത് എവ്രി കമ്പനി മേക്കിംഗ് എ പബ്ലിക് ഓഫർ and such other classes of companies as may be prescribed. Now this is the area where central government rules lode prescribe ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞത്. Such other class of companies as may be prescribed have to issue their securities only in dematerialized form. Now ആ ഡിമെറ്റീരിയൽ ഫോമിൽ നിങ്ങൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് കംപ്ലൈ ചെയ്യാനുള്ള വേറൊരു ആക്ട് ഉണ്ട്. ഏത് ആക്ടാണ്? ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. നമ്മുടെ സിലബസിൽ നമുക്കതില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഏരിയയും നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. ഇനി വലിയ കാര്യമാക്കണ്ട എന്നുള്ളത് പറയണത് നിങ്ങൾ എത്രമാത്രം എഴുതുന്നു അത്രയും ബെറ്റർ ആണ്. ബട്ട് ഏറ്റവും ബേസിക് ആയിട്ട് കമ്പനീസ് ആക്ട്, ഓക്കെ, നിങ്ങൾക്ക് ഈ റൂളിന്റെ ഈ ചാപ്റ്ററിന്റെ പേര് അറിയാമെങ്കിൽ ബെറ്റർ ആണ്. സെക്ഷൻ 29 ബെറ്റർ ആണ്. ബാക്കി ഈ റൂൾ നമ്പർ 9A ഈ റൂളും ഈ ഡെപ്പോസിറ്ററീസ് ആക്ടും അത് എഴുതിയ ഗുഡ്, അതർവൈസ് കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ പോയിന്റ് ഇത് നമ്മുടെ കോണ്ടന്റിൽ ആർക്കൊക്കെയാണെന്നുള്ളത്. ഒന്ന് പബ്ലിക് ഓഫർ ചെയ്യുന്ന കമ്പനീസ്, രണ്ട് CG പറഞ്ഞ കമ്പനീസ്. ഈ കമ്പനീസ് ഹാവ് ടു ഇഷ്യൂ. ഫസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നത് ഇവരെ ഇഷ്യൂ മാത്രമല്ല, അവരിനി ഫ്യൂച്ചറിൽ അത് ഹോൾഡ് ചെയ്യണതും ട്രാൻസ്ഫർ ചെയ്യണതും ഇതൊക്കെ ഡിമാറ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് ആക്ടാ ഫോളോ ചെയ്യാം? ഡെപ്പോസിറ്ററീസ് ആക്ട് പ്രകാരം ആൻഡ് അവിടെയുള്ള റെഗുലേഷൻസ് പ്രകാരം ചെയ്യണം. Subsection 1A provides that in case of prescribed class of companies, prescribed class or classes of unlisted companies, the securities shall be held or transferred only in dematerialized form by complying with the provisions of Depositories Act. മേലെ പറഞ്ഞ സെയിം പ്രൊവിഷൻ തന്നെയാണ് താഴെയും പറഞ്ഞത്. ആകെ ഡിഫറൻസ് പറഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? ഡെപ്പോസിറ്ററീസ് ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്യുക. സെക്കൻഡ്, അപ്പോൾ ആരൊക്കെ? ഒന്ന് പബ്ലിക് ഓഫർ ചെയ്യുന്ന കമ്പനീസ്, രണ്ട് CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ആ CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസും ഉണ്ടല്ലോ. ഇത് ഇവിടെ അൺലിസ്റ്റഡ് കമ്പനീസ് പറയുന്നുണ്ട്. വൈ ദേ സേയിങ് അൺലിസ്റ്റഡ് കമ്പനി? കാരണം ലിസ്റ്റഡ് ഓൾറെഡി, പബ്ലിക് ഇഷ്യൂ ചെയ്ത് ലിസ്റ്റഡ് ഓൾറെഡി ഡിമാറ്റിലായിരിക്കും. അത് ആക്ടിൽ തന്നെ കമ്പൽസറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അൺലിസ്റ്റഡ് കമ്പനീസിന്റെ കേസിലാണ് CG ഇടപെട്ടിട്ട് റൂൾസ് ഇറക്കുക. ആ കമ്പനീസും അവരെ സെക്യൂരിറ്റീസ് ഹോൾഡും ചെയ്യുക, ട്രാൻസ്ഫറും ചെയ്യുക ഡിമെറ്റീരിയലൈസ് ഫോമിലായിരിക്കണം. ഡെപ്പോസിറ്ററീസ് ആക്ട് നിങ്ങൾ കംപ്ലൈ ചെയ്യണം. ഇതുവരെ പറഞ്ഞത് പ്രൊവിഷൻ ആയിരുന്നു. വി വർ ടോക്കിംഗ് അബൌട്ട് പ്രൊവിഷൻ പാരഗ്രാഫ്. ഇനി നമ്മളോട് ചോദിച്ചത് ഗ്രാബ് ലിമിറ്റഡ് ഇതൊക്കെ ചെയ്യണോ? ഗ്രാബ് ലിമിറ്റഡ് ചെയ്യേണ്ടി വരും. ഇഫ് അവർ ഈ പറഞ്ഞ ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അവർ ചെയ്യേണ്ടി വരും. Accordingly, in the given case, Grab Limited, an unlisted company, if it falls in the prescribed class of companies, have to comply with the provisions given under Section 29 and relevant rules. കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ Grab must ensure that its securities are issued and transferred in dematerial form in compliance with Depositories Act. സാർ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ടെക്നിക്കലായി പോയി സാർ. ശരി, കുഴപ്പമില്ല. ഇനിയുള്ളതൊക്കെ പിന്നെയും കുറച്ചുകൂടി ചിലപ്പോൾ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ലെറ്റ്സ് സീ. How are you? Comfortable? ഇത് വലിയ രസമുള്ളൊരു ക്വസ്റ്റൻ അല്ലേ കേട്ടോ. എനിക്കും പേഴ്സണലി ബീങ് ഒരു സ്റ്റുഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെക്നിക്കൽ വേർഡ്സ് ഉള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം കാര്യമായിട്ടൊന്നും പറയണില്ല. CG പറഞ്ഞ കമ്പനീസും അവർ ഇഷ്യൂ ചെയ്യണം, ഡെപ്പോസിറ്ററീസ് ആക്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. ദിസ് വാസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ 29 ആൻഡ് 29 പൊതുവേ പണ്ടൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേന്നു. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് ICA പിടിച്ചതാണ്. ചോദിക്കാത്ത ഏരിയാസിന് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്.
Second, I thought this section is not at all important. That's what Siddharth bhai. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയും, പക്ഷേ പൊതുവെ പാസ്റ്റ് എക്സാംസിൽ ചോദിച്ച ഏരിയാസ് ഒക്കെ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുമ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് 42, 41 GDR പുതിയത് വന്നു, ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടേഴ്സ് അതൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട്. ഈ സംഭവം ചോദിച്ചിട്ടേ ഇല്ലായിരുന്നു. സോ ഇപ്പോൾ ഐസി ഒരു ഹിന്റ് തന്ന് തുടങ്ങുകയാണ്, നിങ്ങൾക്ക് ഈ ഏരിയാസും ചോദിച്ച് തുടങ്ങാം. ഷിനോയ് ലിമിറ്റഡ് is a company with authorized share capital of 20 lakh, equity shares of 100 each. Okay, about the number of shares of 100 each. At AGM, the shareholders propose to reduce the face value of each shares from 100 to 10 and correspondingly increase the number of shares from 20 lakh to 2 crore. Okay, അപ്പോൾ ഇവര് ഇപ്പോഴത്തെ സിനാരിയോയിൽ ഇവർക്ക് 20 lakh ഷെയർസ് ഉണ്ട് ഓഫ് 100 ഈച്ച്. ഇനി മൊത്തം എത്രയാണോ 2000 lakh. ഓക്കെ, ഇനി അവരത് 100 ഉള്ളത് 10 ആക്കുക, 20 lakh ഉള്ളത് 2 crore ആക്കുക. 2 crore 200 lakh. ഓക്കെ, അപ്പോൾ ടോട്ടൽ അമൗണ്ടിൽ മാറ്റം വരുത്താതെ അവര് ഓരോ ഷെയറിന്റെ വാല്യൂ കുറക്കണം. നമ്പർ ഓഫ് ഷെയർസ് കൂട്ടുക, ഓരോ ഷെയറിന്റെ വാല്യൂ കുറക്കുക. ദിസ് ഇസ് കമ്മിങ് അണ്ടർ സെക്ഷൻ 61. നമ്മൾ ചാപ്റ്റർ നമ്പർ 4 ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ എന്നുള്ള ചാപ്റ്ററിൽ സെക്ഷൻ 61 ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. 5 ടൈപ്പ് ആൾട്രേഷൻ: ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ കൂട്ടുക, കൺസോളിഡേറ്റ് സബ്ഡിവൈഡ് ലാർജർ എമൗണ്ട്, സ്മോളർ എമൗണ്ട്, കൺവേർഷൻ ഓഫ് ഷെയർ ഇൻ ടു സ്റ്റോക്ക്, ക്യാൻസലേഷൻ ഓഫ് അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ. ഷെയർസിന്റെ വാല്യൂ കുറക്കുകയാണ്, നമ്പർ ഓഫ് ഷെയർസ് കൂട്ടുകയാണ്. സെക്ഷൻ 61 ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. കൺസോളിഡേറ്റ് ആൻഡ് സബ്ഡിവൈഡ് ഷെയർ ക്യാപിറ്റൽ ഇൻടു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്. കീപ്പിംഗ് ദി ടോട്ടൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ അൺചേഞ്ച്ഡ്. Analyze whether the request of shareholders is considerable, and if so, how the company can alter its share capital as per the provisions of Companies Act 2013. Now, ഇത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ സെക്ഷൻ 61 ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റലിന് 5 ടൈപ്പ് ആൾട്രേഷനും കമ്പനീസ് ആക്ട് OR ആണ് പറയുന്നത്. MOന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്ലോസസിലും എന്ത് ആൾട്രേഷൻ വരികയാണെങ്കിലും MOന്റെ ആൾട്രേഷൻ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 13 MOന്റെ ആൾട്രേഷൻ 13. MOന്റെ ആൾട്രേഷന് നോർമലി സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണ് വേണ്ടത്, എക്സെപ്റ്റ് 2 സാധനങ്ങൾക്ക് ഓർഡിനറി റെസൊല്യൂഷൻ ആണ്. ഒന്ന് നെയിം ചേഞ്ച്. ഏത് നെയിം ചേഞ്ച്? കമ്പൽസറി നെയിം ചേഞ്ച്. വി കോൾ ഇറ്റ് സെക്ഷൻ 16 റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം എന്ന് പറയാം. സീജിന്റെ അടുത്ത് ഓർഡർ വന്നിട്ട് പേര് മാറ്റുക, അതിന് OR ആണ്. 2 ഈ ടോപ്പിക് 61 ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ, ഇതിനും OR ആണ്. So first of all, members in meeting will OR pass here. That is one factor that we need. Second thing is ഒരു compliance aspect ഉണ്ട്. അതായത് സെക്ഷൻ 64 ഉണ്ട്, which says ഒരു കമ്പനിയിൽ whenever ഒരു കമ്പനി, ഇനി നമ്മൾ പറയാൻ പോണ 3 കാര്യങ്ങളിൽ ഏതൊരു കാര്യം ചെയ്താലും നിങ്ങൾ ROCക്ക് ഫോം നമ്പർ SH7 സബ്മിറ്റ് ചെയ്യണം, അലോങ് വിത്ത് നിങ്ങൾ ആൾട്ടേർഡ് MOന്റെ കോപ്പിയും അയച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. MOന്റെ ആൾട്രേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ MOയെ ആൾട്ടേർഡ് കോപ്പി അയച്ചു കൊടുക്കണം. എന്തൊക്കെ? അതിലൊന്ന് പറയണത് 61 പറഞ്ഞ ക്യാപിറ്റലിന്റെ ആൾട്രേഷൻ ചെയ്താൽ. പിന്നെ പറയണത് 62 CG നിങ്ങളോട് ഓർഡർ പാസ് ചെയ്തു, നിങ്ങൾ CGന്റെ അടുത്ത് എടുത്ത ലോൺ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഓർഡർ പാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് 62 റൈറ്റ് ഇഷ്യൂന്റെ സെക്ഷനാണ്. അതിൻ്റെ ഉള്ളിൽ പോയൊരു മൈന്യൂട്ട് പോയിന്റ് എന്നീ ടോപ്പിക്. ദ തേർഡ് തിങ് ഇസ് 55 പറഞ്ഞ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ. ഐ റിപ്പീറ്റ്, സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒറ്റ സെക്ഷൻ നമ്പറും പഠിച്ചിട്ടില്ലെന്ന് എനിക്കതൊന്നും ഓർമ്മയില്ലായിരുന്നു. ഇത് ജസ്റ്റ് റിവിഷൻ എന്നുള്ള പോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. 3 കാര്യങ്ങൾക്ക് ഫോം നമ്പർ SH7 ROCക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് 61 പറഞ്ഞ ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ. 2 62 CG നമ്മളോട് ഓർഡർ പാസ് ചെയ്തിട്ട് ലോൺ അല്ലെങ്കിൽ ഡിബെഞ്ചർ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. തേർഡ് 55 പറഞ്ഞ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ. ഈ 3 ടോപ്പിക്കിലും ക്വസ്റ്റ്യൻ വന്നാൽ, കുറച്ച് ഹൈ മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ, ഈ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇഫ് പോസിബിൾ എഴുതി കൊടുക്കുക സെക്ഷൻ 64 പ്രകാരം SH7 ROCക്ക് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള പോയിന്റ്, ആൾട്ടേർഡ് MOന്റെ കോപ്പി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഈ ടോപ്പിക് എന്നാണ്. സോ ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് തിങ് ദാറ്റ് വിൽ മെൻഷൻ. 61 ആണ് മെയിൻ സെക്ഷൻ, 64 പറ്റി പറയുന്നുണ്ട്, MOന്റെ ആൾട്രേഷന്റെ 13 ഇവിടെ പിക്ചറിൽ വരുന്നുണ്ട്. സി ഓക്കെ. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 61 കമ്പനീസ് ആക്ട്, എ ലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, അവർ ആർട്ടിക്കിൾസിൽ അതോറിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് MOയെ മീറ്റിംഗിൽ സബ്ഡിവൈഡ് ചെയ്യുക, ഷെയർസ് സ്മോളർ എമൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. However, that subdivision, ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്, the proportion between the amount paid up and the amount remaining unpaid shall remain the same as it was in the case of share from which the reduced share is derived.
നിങ്ങൾ ഷെയർ റെഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ 100 റുപ്പീസ് അല്ലേന്നോ, ഇപ്പൊ 10 റുപ്പി ആക്കിയില്ലേ. അസ്യൂം മിസ്റ്റർ എ, മിസ്റ്റർ ബി, ഇവർ രണ്ടാളും പെയ്ഡപ്പും അൺപെയ്ഡും പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ എ 60 അടച്ചിരുന്നു, 40 അടക്കാനുണ്ട്. പെയ്ഡപ്പും അൺപെയ്ഡിനും പ്രൊപ്പോർഷൻ. ബി 40 അടച്ചിട്ടുള്ളൂ, 60 അടക്കാനുണ്ട്. ഇത് 100 റുപ്പീസ് ഷെയർ വാല്യൂ ഉള്ള സമയത്താണ്. ഇപ്പൊ നമ്മളത് 10 റുപ്പി ആക്കി. അങ്ങനെ 10 റുപ്പി ആക്കുമ്പോൾ വാല്യൂ കുറക്കുമ്പോഴും ഇവരെ പെയ്ഡ് അപ്പ് ടു അൺപെയ്ഡിന്റെ പ്രൊപ്പോർഷൻ മാറാൻ പാടില്ല. പണ്ട് 60:40 ഉള്ളത് ഇപ്പൊ 6:4, ഇത് 4:6. അത് മാറാൻ പാടില്ല. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ള അഡീഷണൽ പോയിന്റ് അവിടെ പറയുന്നുണ്ട്. അതും ഡിസ്കസ് ചെയ്യണം സെക്ഷൻ 61 തന്നെയാണ്. ദാറ്റ് ഇസ് വൺ ആസ്പെക്ട്. ഓക്കെ, 61 കഴിഞ്ഞു. 64 പറയുന്നത് company shall within 30 days of its share capital has been altered in a manner provided in 61 give notice to registrar in the prescribed form. ഇതൊക്കെ ആക്ടിലുള്ള വേർഡിങ്സ് ആണ്. അത് ഡയറക്ട്ലി നമ്മൾ CA സ്റ്റുഡൻസ് രീതിയിൽ നമ്മൾ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തത് ഫോം നമ്പർ SH7 ആണ്. നിങ്ങൾ ഡയറക്ട്ലി ആ ഫോം നമ്പർ അറിയാമെങ്കിൽ അത് കോട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് എക്സ്പെക്ടഡ് ഫ്രം us. RTPയിൽ അവർ വെറുതെ വീണ്ടും ആക്ടിൽ അതേ വേർഡിങ്സ് കോപ്പി പേസ്റ്റ് അടിച്ച പ്രിസ്ക്രൈബ് ഫോം അലോങ് വിത്ത് ആൾട്ടേഡ് MOA. അപ്പോൾ ഈ സംഭവമാണ് 64 റിക്വയർമെന്റ് പറഞ്ഞത്. നമ്മൾ SH7 കൊടുക്കുക, അതാണ് പ്രിസ്ക്രൈബ് ഫോം. ആൾട്ടേഡ് MOA കോപ്പി ROCക്ക് അയച്ചു കൊടുക്കുക. ബിക്കോസ് ദിസ് ഇസ് വൺ ഓഫ് ദി ടോപ്പിക് ദാറ്റ് അട്രാക്ട്സ് 64. In the given situation, shareholders in the AGM requested the company to reduce the face value 100 10 increase the number of shares fixed 20 2 കൂടിയേക്കുക. ഈ പാരഗ്രാഫ് എന്താ? ഈ ആദ്യത്തെ പാരഗ്രാഫ് ഫുള്ള് നമ്മളെ പ്രൊവിഷൻ പാരഗ്രാഫാണ്. അവിടെ റെലവെന്റ് ആയിട്ടുള്ള 2 പ്രൊവിഷൻ നമ്മൾ കോട്ട് ചെയ്ത് കൊടുത്തു. ഈ പാരഗ്രാഫ് ഫുള്ള് ഫാക്റ്റ് ആണ്. വാട്ട് ഈസ് ഫാക്ട്? ക്വസ്റ്റ്യനിൽ എന്താ സംഭവിച്ചെന്നുള്ള ഡാറ്റ നമ്മളിവിടെ സമ്മറി ആയിട്ട് എഴുതിയിരിക്കുകയാണ്. വിച്ച് ലോന്റെ പ്രസന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് എഴുതാൻ മാക്സിമം ട്രൈ ചെയ്യുക. പേപ്പർ ലെങ്തി ആണ്, എഴുതാൻ പറ്റില്ല തോന്നുകയാണെങ്കിൽ ദിസ് ഇസ് ദ പാരഗ്രാഫ് ദാറ്റ് യു ക്യാൻ സ്കിപ്പ്. കാരണം നമ്മൾ വക വാല്യൂ അഡീഷൻ ഒന്നുമില്ല. ക്വസ്റ്റിന് തന്ന അതേ ഡാറ്റ നമ്മളോട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അക്കോർഡിംഗ് to the provisions, Shino Limited having authorized share capital 20 lakh, 100 each can reduce the face value 10, increase number of shares, കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുക. അതൊക്കെ അഗെയിൻ ഫാക്ടിൻ്റെ അതേ പോർഷൻസ് കോപ്പി പേസ്റ്റ് ആണ്. ഇഫ് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്, ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് റിക്വയർമെന്റ് പ്രൊവിഷനുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആർട്ടിക്കിൾസ് അതോറിറ്റി വേണം എന്നുള്ള ഫസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതി. Hence, the request of shareholders can be considered. Company has to alter its memorandum in general meeting as per the provisions in 13 ആണ് MOA ആൾട്രേഷൻ്റെ സെക്ഷൻ. ആ സെക്ഷന് ഇവിടെ ഭയങ്കര റെലവൻസ് ഇല്ല ആസ് കമ്പയർഡ് ടു ഇതുമാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട 2 സെക്ഷൻസ് എന്തായാലും എഴുതേണ്ടത്. ഇത് ജസ്റ്റ് അക്കോർഡിംഗ് ടു ദ മാർക്സ്, ഹെവി മാർക്സ് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യാന്ന് മാത്രം, അതിനിവിടെ വലിയ റോൾ ഇല്ല. ആൻഡ് ഗീവ് നോട്ടീസ് രജിസ്ട്രാർ വിത്ത് ആൾട്ടേഡ് MOA. ഇത് നമ്മൾ 64 പറഞ്ഞ സെക്ഷൻ 64 പറഞ്ഞ SS7 ഈ റിക്വയർമെന്റ് അവിടെ വീണ്ടും മെൻഷൻ ചെയ്തതാണ്. That was second question. Third, Excel Private Limited received 50 lakh rupees from Mr. Giver. Giverന്റെ അടുത്ത് നിന്ന് Excel Private Limited പൈസ കിട്ടി. Giver was a director of the company at the time of the transaction. ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഗിവർ കമ്പനിയുടെ ഡയറക്ടറാണ്. അപ്പോൾ കമ്പനി എന്താ? പ്രൈവറ്റ് കമ്പനിയാണ്. Excel Private Limited. Excel Private Limitedന് ഗിവർ എന്ന് പറഞ്ഞ ആളെടുത്ത് നിന്ന് ഇയാളെന്താണ്? ഇയാൾ കമ്പനിയുടെ ഡയറക്ടറാണ്. 50 lakh rupees കിട്ടി. ഓക്കെ. However, giver did not submit any written declaration stating that the amount was not given out of borrowed funds. The company utilized the said funds for the business expansion and disclosed the receipt of the money in the board report. Okay. Topic is about public deposit. Chapter number 5. Considering the provisions of Companies Act, assess the following situations. Was Excel Private Limited compliant with the requirements with respect to acceptance of money from Mr. Giver? Mr. Giver had given if Mr. Giver had given the money out of funds borrowed from another person, whether the amount will be considered as deposit. കംപ്ലൈ ചെയ്ത പ്രൊവിഷൻസ് ഇനി ബോറോ ചെയ്തിട്ട് കൊടുത്താണെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമോ? അപ്പോൾ ഡെപ്പോസിറ്റിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 2 ക്ലോസ് 31 ഡിസ്കസ് ചെയ്തിരുന്നത്. ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ്സ് എനി റെസിറ്റ് ഓഫ് മണി ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് ഓർ ലോൺ ഓർ എനി അതർ ഫോം ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് CG RBM ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 19 പോയിന്റ്സ് ഉണ്ടായിരുന്നു അവിടെ. 18 ക്ലോസ്, പക്ഷേ ക്ലോസ് 9ഉം 9 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 19 പോയിന്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അതിൽ പെട്ടൊരു പോയിന്റ് ആയിരുന്നു, ഏതൊരു കമ്പനിക്ക്, നിങ്ങൾ പ്രൈവറ്റ് കമ്പനി ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് കമ്പനി ആവട്ടെ, ഏതൊരു കമ്പനിക്കും ഡയറക്ടർ കൊടുക്കുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് അല്ല. ദിസ് വാസ് വൺ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പ്രൈവറ്റ് കമ്പനിന്റെ കേസിൽ ഒരാളെയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഡയറക്ടറിന്റെ റിലേറ്റീവ് കൊടുക്കുന്ന എമൗണ്ടും ഡെപ്പോസിറ്റ് അല്ല.
പ്രൈവറ്റ് കമ്പനിക്ക് ആകെ ഇവരുടെ അടുത്തൊക്കെ കിട്ടുള്ളൂ. ഡയറക്ടർ അടുത്തും ഡയറക്ടർ റിലേറ്റീവ്സ് ഒക്കെ പൈസ കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. കാരണം ഔട്ട്സൈഡേഴ്സ് ഒന്നും അതിൽ വല്ലാതെ ഇൻവോൾവ് ആവില്ല, ഇൻട്രസ്റ്റഡ് ആവില്ല. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ദിസ് വാസ് വൺ മെയിൻ പോയിന്റ്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? ഇയാൾ ഈ പൈസ കൊടുക്കുന്ന ആള് ആ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് കമ്പനിയിലെ ഡയറക്ടർ ആയിരിക്കണം. ഹി മസ്റ്റ് ബി എ പ്രസന്റ് ഡയറക്ടർ വിച്ച് ഇസ് സാറ്റിസ്ഫൈഡ്. ഈ കേസിൽ സാറ്റിസ്ഫൈഡ് ആണ് മിസ്റ്റർ ഗിവർ. ആ പൈസ കൊടുക്കുന്ന സമയത്ത് ഡയറക്ടറാണ്. സെക്കൻഡ് തിങ്, ക്യാഷ് കൊടുക്കുന്നത് ഡയറക്ടർ ആവട്ടെ റിലേറ്റീവ് ആവട്ടെ ഹൂർ ഇറ്റ് മേ ബി, അവർ കൊടുക്കുന്ന സമയത്ത് അവർ ഡിക്ലറേഷൻ കൊടുക്കണം. നമ്മൾ ഈ തരുന്ന എമൗണ്ട് ബോറോഡ് ഫണ്ട്സ് അല്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ബോർഡ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസും ചെയ്യണം. നമ്മൾ കെയർഫുള്ളി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇവർ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇവർ പ്രൈവറ്റ് കമ്പനിയാണ്, അമൗണ്ട് കിട്ടിയ ഡയറക്ടർ എടുത്തുനിന്നാണ്, കുഴപ്പമില്ല, പ്രസന്റ് ഡയറക്ടറാണ് ആള്, ബോർഡ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസും ചെയ്തു, ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ സെക്ഷന്റെ കംപ്ലയൻസ് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷന്റെ കംപ്ലയൻസ് അവിടെ നടന്നിട്ടില്ല, ഡിക്ലറേഷൻ കൊടുക്കണമായിരുന്നു. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, if Mr. Giver had given the money out of funds borrowed from another person, whether this amount will be considered as deposit. ഈ കേസിൽ ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഇനി വേറെ ആളിടുന്ന് അമൗണ്ട് ബോറോ ചെയ്തിട്ടാണ് ഇത് കൊടുത്തതെങ്കിൽ ആ അമൗണ്ട് ഡെപ്പോസിറ്റ് ആവോ? യെസ്, ഡെപ്പോസിറ്റ് ആവും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഡെപ്പോസിറ്റിന്റെ ഡെഫിനിഷനിൽ ഇത് പെടൂല, എക്സെപ്ഷൻ ആണ് ഡയറക്ടർ കൊടുത്താൽ. പക്ഷേ എന്ത് വേണം? കണ്ടീഷൻ ഇസ് ഡിക്ലറേഷൻ കൊടുക്കണം, ബോറോഡ് അല്ല. ബോറോയിങ് അല്ല, ഡയറക്ടർ സ്വന്തം ക്യാഷാണ് കൊടുത്തത്, ഒരു കുഴപ്പമില്ല. ബട്ട് ഡയറക്ടർ വേറെ ആളുടെ നിന്ന് അമൗണ്ട് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിക് ഡെപ്പോസിറ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. കംപ്ലൈൻസ് ആണോ? കംപ്ലൈൻസ് അല്ല. ഡെപ്പോസിറ്റ് ആവോ? യെസ്, ഡെപ്പോസിറ്റ് ആവും. അക്കോർഡിംഗ് ടു റൂൾ നമ്പർ ഒന്നും കാര്യം കൊടുക്കണ്ട. കമ്പനീസ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ് 2014. എന്താ അവിടെ പറയാൻ കാരണം സെക്ഷൻ 2 ക്ലോസ് 31 ഡെപ്പോസിറ്റ് ഡെഫിനിഷനിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് CG പ്രിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ ഡെപ്പോസിറ്റ് അല്ല. ആ പ്രിസ്ക്രൈബ് ചെയ്തത് ഈ റൂൾസിലാണ്. ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് amount are not considered as deposit. Any amount received from a person who at the time of receipt of amount was a director. Amount കിട്ടുന്ന സമയത്ത് അയാൾ ഡയറക്ടർ ആണ്. ഫസ്റ്റ് പോയിന്റ്. ഓഫ് ദി കമ്പനി. Focus carefully on the words, okay? Of the company. Second, relative of director of private company. Relative എന്നുള്ള പോയിന്റ് ഡയറക്ടർ പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമുള്ളതാണ്. ഡയറക്ടർ എന്നുള്ള പോയിന്റ് ദി കമ്പനി. കമ്പനി ഏതും ആവാം, പ്രൈവറ്റും ആവാം, പബ്ലിക് ആവാം. സോ പബ്ലിക് കമ്പനി, നിങ്ങൾ പബ്ലിക് കമ്പനി ആവട്ടെ, പ്രൈവറ്റ് കമ്പനി ആവട്ടെ, ഡയറക്ടർ അടുത്താണ് പൈസ കിട്ടിയത്, ഡെപ്പോസിറ്റ് അല്ല. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പ്രൈവറ്റ് കമ്പനി ആണോ റിലേറ്റീവിന്റെ അടുത്ത് കിട്ടുന്ന പൈസയും ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, പക്ഷെ എന്ത് വേണം? അടുത്ത പോയിന്റ്. However, the director of the company or relative of director of private company, as the case may be, from whom the money is received, is required to furnish to the company at the time of giving the amount. Amount കൊടുക്കുന്ന സമയത്ത് ആ പൈസ കൊടുക്കുന്ന ആള് കമ്പനിക്ക് ഡിക്ലറേഷൻ കൊടുക്കണം. Declaration in writing to the effect that amount is not being given out of funds acquired by him by borrowing or accepting loans or deposit from others. ഞാനത് വേറെ ആളുടെ പൈസ ബോറോ ചെയ്ത പൈസ അല്ല നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള റിട്ടൺ ഡിക്ലറേഷൻ ഞാൻ കൊടുക്കണം. സെക്കൻഡ്, കമ്പനി ഷാൽ ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി മണി സോ ആക്സെപ്റ്റഡ് ഇൻ ദ ബോർഡ് റിപ്പോർട്ട്. ബോർഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യും വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫ് പറഞ്ഞു. മൂവിങ് ഓൺ, ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ എല്ലാം കൂടി ലാസ്റ്റ് നമ്മൾ ഒന്നിച്ചാണ് കൊടുക്കുകയാണ്. ഫസ്റ്റ് റിക്വയർമെന്റ്, എക്സൽ പ്രൈവറ്റ് ലിമിറ്റഡ് റിട്ടൺ ഡിക്ലറേഷൻ കിട്ടിയില്ല. അപ്പോൾ അവർ ഈ ഇതിന്റെ കംപ്ലയൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ? കംപ്ലയൻസ് ആണോ? വാസ് നോട്ട് ഇൻ കംപ്ലയൻസ്. സെക്കൻഡ് പോയിന്റ്, ബോറോ ചെയ്തിട്ടാണ് കൊടുത്തതെങ്കിൽ വുഡ് ട്രീറ്റ് സച്ച് amount as deposit. M Private Limited is partially owned subsidiary of P Limited. Madan Private Limited, Puri Limited. Okay, P Limited. P ലിമിറ്റഡിന്റെ സബ്സിഡറി ആണ്. ഹോൾലി ഓൺ സബ്സിഡറി അല്ല, നോർമൽ സബ്സിഡറി ആണ് എം പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഹോൾഡിംഗ് 90% ഓഫ് ഇറ്റ് ഷെയർസ്. പി ലിമിറ്റഡ് എം പ്രൈവറ്റ് ലിമിറ്റഡ് 90% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 10% വേറെ ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. The company does not have any listed securities. ആരെ പറ്റി നമ്മൾ പറഞ്ഞു? ഡിസ്കസിങ് അബൌട്ട് ദിസ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ അവർക്ക് ലിസ്റ്റഡ് ഒന്നുമല്ല, നോട്ട് ഇൻ ദി പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ്. അവർ ലിസ്റ്റിംഗിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുമില്ല. ഫസ്റ്റ്, ഹോൾഡിംഗ് കമ്പനി പി ലിമിറ്റഡ് പ്രിപ്പയർസ് CFS with registrar in compliance of applicable accounting standards. Okay, we are talking about consolidated financial statements. ഇവർക്ക് അയച്ചു കൊടുക്കൽ കമ്പൽസറി ആവോ?
Now, financial statements section 129 ആണ്. We are talking about chapter number 9, accounts of company എന്നുള്ള ചാപ്റ്റർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഇതൊക്കെ നമ്മൾ ഫോം നമ്പർ AOC4 അയച്ചു കൊടുക്കുക. ചില കമ്പനീസിന് XBRL കമ്പൽസറി ആണ്, അവർക്ക് AOC4 XBRL നമ്മൾ അയച്ചു കൊടുക്കും. അതൊക്കെ വാട്ട് എവർ ഇവിടെ ചോദിക്കുന്ന ടോപ്പിക് CFS കമ്പൽസറി ആണോ? CFSന്റെ അവിടെ എക്സെപ്ഷൻ കൊടുത്തിരുന്നു. ആർക്കാണ് എക്സെപ്ഷൻ കൊടുത്തത്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് നിങ്ങളൊരു സബ്സിഡറി ആവണം. സബ്സിഡറിക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. വിച്ച് മീൻസ് നിങ്ങൾ ഹോൾഡിംഗ് കമ്പനി ആണോ, നിങ്ങൾക്ക് CFS കൊടുക്കൽ കമ്പൽസറി ആയി. ഓക്കെ, സബ്സിഡറിക്ക് എക്സെപ്ഷൻ ഉണ്ട്. ആൻഡ് ഈ കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സും അവർക്ക് കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് കൺസെന്റ്? നിങ്ങൾ CFS പ്രിപ്പയർ ചെയ്യാത്തതിൽ നമുക്ക് വിരോധമൊന്നുമില്ല എന്നുള്ള കൺസെന്റ് കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ കൺസെന്റ്. ഇത് രണ്ടും നമ്മളെ ഫസ്റ്റ് റിക്വയർമെന്റ് ആണ്, കൺസെന്റ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ ലിസ്റ്റഡ് അല്ല, ലിസ്റ്റിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല. തേർഡ് പോയിന്റ്, നിങ്ങളെ ഹോൾഡിംഗ് കമ്പനി ROCക്ക് CFS ഫയൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ CFS ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഒബ്സർവ് കെയർഫുള്ളി, ഇവിടെ ലോ മേക്കേഴ്സ് പറഞ്ഞത് വെച്ചാൽ ഇപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, ഒരു സബ്സിഡറി ഉണ്ട്, അവരുടെ സബ്സിഡറി ഉണ്ട്. ഈ സബ്സിഡറി അല്ലെങ്കിൽ ഈ സബ്സിഡറി ഹൂവർ ഇറ്റ് മേ ബി, അവർക്ക് എക്സെപ്ഷൻ എലിജിബിൾ ആവോ നമ്മൾ നോക്കണം. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ സബ്സിഡറി ആവണം. യെസ്, അപ്പോൾ ഇവർ എലിജിബിൾ ആണ്, ഇവർ എലിജിബിൾ ആണ്. ഇവർ എലിജിബിൾ ആവില്ല സാറേ, ഇവർ ഹോൾഡിംഗ് അല്ലേ, അപ്പോൾ ഇവർ എലിജിബിൾ ആവില്ലല്ലോ. ഹോൾഡിംഗ് കമ്പനി ആവാൻ പാടില്ല എന്നല്ല ആക്ട് പറഞ്ഞത്, നിങ്ങൾ സബ്സിഡറി ആവണം എന്ന് പറഞ്ഞു. ആ പോയിന്റിൽ ഇവരും സബ്സിഡറി ആണ്, ഇവരും സബ്സിഡറി ആണ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, നിങ്ങൾ എല്ലാ മെമ്പേഴ്സും നിങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ടാവണം. നിങ്ങളെ കമ്പനിയിൽ ഒരു മെമ്പറിനും വിരോധമല്ല, നിങ്ങൾ CFS പ്രിപ്പയർ ചെയ്യാത്തതിൽ നമുക്ക് വിരോധമല്ല എന്ന് മെമ്പേഴ്സ് എല്ലാവരും പറയണം. ലോ മേക്കേഴ്സ് പറയണം മെമ്പേഴ്സിന് വിരോധമില്ലെങ്കിൽ നമുക്ക് വിരോധമല്ല. അത് പറയാൻ അവർക്കൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. കാരണം ലോ മേക്കേഴ്സിന് CFS കിട്ടാനുള്ളത്, ലാസ്റ്റ് പോയിന്റ് പറയണത് ഹോൾഡിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ CFSന്റെ പ്രത്യേകത, ഈ ഗ്രൂപ്പ് കമ്പനിയിൽ ആര് CFS ഫയൽ ചെയ്താൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദ സെയിം, അതിലുള്ള ഡാറ്റ സെയിം ആണ്. സോ ഈ ലാസ്റ്റ് പോയിന്റ് ആണ് അവിടുത്തെ മെയിൻ പോയിന്റ്. ഹോൾഡിംഗ് കമ്പനി CFS ROCക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്, ആ ഫയൽ ചെയ്ത CFS ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എക്സെപ്ഷൻ തരാം. വിച്ച് മീൻസ് ഹോൾഡിംഗ് കമ്പനി CFS ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫയൽ ചെയ്യൽ കമ്പൽസറി ആയി. ബിക്കോസ് ഓൾ ദീസ് ത്രീ കണ്ടീഷൻസ് എല്ലാം ആൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഓർ അല്ല. ഈ മൂന്നും ടുഗദർ സാറ്റിസ്ഫൈഡ് ആവണം. നിങ്ങൾ സബ്സിഡറി ആവണം, എല്ലാ മെമ്പേഴ്സും കൺസെന്റ് തന്നു. സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ ലിസ്റ്റഡ് അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ടോക്കിംഗ് അബൌട്ട് ദിസ് കമ്പനി, അവർ ലിസ്റ്റഡും അല്ല, ലിസ്റ്റിംഗിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുമില്ല. തേർഡ്, നിങ്ങൾ ഹോൾഡിംഗ് കമ്പനി CFS ഫയൽ ചെയ്തിട്ടുണ്ട്. നൗ ഇതാണ് ഒരു ക്വിക്ക് സമ്മറി ഓഫ് ദി എൻറ്റയർ പ്രൊവിഷൻ. അതായത് ബേസ് നമ്മൾ എന്താണ് സേഫ് സോണിൽ നിർത്താൻ ആൻസർ ഷീറ്റിൽ മെയിൻ പോയിന്റ്സ് ഇതായിരുന്നു. ഇനി പ്രൊവിഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അഡീഷണൽ പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 129 സേസ് നിങ്ങളൊരു ഹോൾലി ഓൺ സബ്സിഡറി ആണ് ഓർ പാർഷ്യലി ഓൺ സബ്സിഡറി ആണ്. പാർഷ്യലി ഓൺ സബ്സിഡറി ആകുമ്പോൾ ഈ ഹോൾഡിംഗ് കമ്പനി അല്ലാത്ത ഷെയർ ഹോൾഡേഴ്സും അതിലുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ക്വസ്റ്റ്യനിൽ M ലിമിറ്റഡിന്റെ അടുത്ത് 90 ഉണ്ട്, ബാക്കി 10% ഉണ്ട്. ഇൻ ദാറ്റ് കേസ് ഈ കൺസെന്റിന്റെ വി ആർ ഓൺലി ബോദർ അബൌട്ട് ആരെ കൺസെന്റ്? ഈ ഹോൾഡിംഗ് ഹോൾഡ് ചെയ്യാത്ത ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവരെ കൺസെന്റ്. ഹോൾഡിംഗ് ഓൺ സബ്സിഡറി ആണെങ്കിൽ കൺസെന്റ് നോക്കിയാൽ വേണ്ട. ഹോൾഡിംഗ് ഓൺ സബ്സിഡറി ആണോ, ഹോൾഡിംഗ് കമ്പനിയുടെ 100%, ആ സബ്സിഡറിന്റെ 100% ഹോൾഡിംഗ് ഹോൾഡ് ചെയ്യണം. അവർ CFS ഫയൽ ചെയ്യുന്നുണ്ട്, സബ്സിഡറി വേറെ CFS കൊടുക്കണ്ട. പാർഷ്യലി ഓൺ സബ്സിഡറി ആണെങ്കിൽ ആ ഹോൾഡിംഗ് ഹോൾഡ് ചെയ്യാത്ത ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാർ, അവരെ കൺസെന്റ് വേണം. നിങ്ങൾക്ക് CFS പ്രിപ്പയർ ചെയ്യാത്തതിൽ നമുക്ക് വിരോധമില്ല എന്നുള്ള കൺസെന്റ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, സബ്സിഡറി ലിസ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ടില്ല, ലിസ്റ്റഡ് അല്ല, ലിസ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ടില്ല. തേർഡ്, നിങ്ങളെ ഹോൾഡിംഗ് കമ്പനി CFS ROCക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. ഏത് ഹോൾഡിംഗ് കമ്പനി? ദേ ഹാവ് യൂസ്ഡ് എ വേർഡ് ഓവർ ദെയർ, നിങ്ങളെ ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി ഓർ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനി. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇപ്പൊ ഈ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇവര് ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനിയാണ് ആൻഡ് ഇവർ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനിയാണ്. ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ രണ്ട് ഹോൾഡിംഗ് കമ്പനി ഉണ്ട്. ഏറ്റവും മേലുള്ള അൾട്ടിമേറ്റ്, അതിന്റെ താഴെയുള്ളത് ഇന്റർമീഡിയറ്റ്. ഇതിൽ ആരെങ്കിലും ROCക്ക് CFS ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ CFS ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ കമ്മിങ് ബാക്ക് ടു എ ക്വസ്റ്റ്യൻ, ഇവിടെ എന്തൊക്കെയാണ് അവർ കംപ്ലൈ ചെയ്തു നോക്കുകയാണെങ്കിൽ 90% ഹോൾഡ് ചെയ്തു, കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഓക്കെ, ലിസ്റ്റിംഗിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല, വെരി ഗുഡ്, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഹോൾഡിംഗ് കമ്പനി CFS പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ROCക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. മെമ്പേഴ്സിന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഒരു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? M Private Limited required to prepare on CFS? What are the requisite conditions for the same? Required ആണോ? ആ 90% പുരി ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്ന 90 അല്ലാത്ത ബാക്കിയുള്ള മെമ്പേഴ്സ് സമ്മതം ഉണ്ടെങ്കിൽ ഇവർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. How does it matter if M Private Limited had securities listed on recognized stock? Listed ആണെങ്കിൽ നിങ്ങൾ ഈ എക്സെപ്ഷൻ എലിജിബിൾ അല്ല. ബിക്കോസ് ഔട്ട് ഓഫ് ദ 3 conditions, the second condition was listed ആവാൻ പാടില്ല. ആൻഡ് ഈ 3 കണ്ടീഷൻസും ആൻഡ് എന്നാ പറഞ്ഞത്, ഓർ എന്നല്ല. ലിസ്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സെപ്ഷൻ ഔട്ടായി, CFS ഫയൽ ചെയ്യൽ കമ്പൽസറി ആയി.
As per Section 129, Companies Act 2013, where a company has one or more subsidiaries or associates, it shall, in addition to അവരെ എഫ് എസിന് പുറമെ എന്തും വേണം, സി എഫ് എസ് ഉണ്ടാക്കണം. ആൻഡ് അവരുടെ സബ്സിഡറി അസോസിയേറ്റ് ജോയിന്റ് വെഞ്ചർ എല്ലാവരോടും കമ്പനിയുള്ള സി എഫ് എസ് ഉണ്ടാക്കണം ഇൻ ദ സെയിം ഫോം ആൻഡ് മാനർ ആസ് ഓഫ് ഇറ്റ്സ് ഓൺ. ആ സെയിം ഫോം ആൻഡ് മാനർ ഒക്കെ ഏതാ സംഭവം? AOC4 തന്നെയാണ്. ഇൻഡിവിജ്വൽ എഫ് എസും പോവാ, സ്റ്റാൻഡ് അലോൺ എഫ് എസും പോവാ, കൺസോളിഡേറ്റഡ് എഫ് എസും പോവാ. ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ AS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെക്ഷൻ 133 ആണ്. Such CFS shall also be laid before the AGM of the company. നമ്മൾ 96-ൽ പറയാൻ പോണ AGM-ൽ നമ്മൾ one of the main transactions adoption of financial statements. മെമ്പേഴ്സ് നമ്മൾ FS-ഉം CFS ഒക്കെ ഇട്ട് കൊടുക്കും. Exceptions from preparing CFS എന്തൊക്കെയാ? It is a wholly owned subsidiary. Wholly owned subsidiary ആണെങ്കിൽ ഓക്കെ, അത് മാത്രം പോരാ, ബാക്കി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓർ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ നിങ്ങളൊരു wholly owned subsidiary ആണ്, ഓർ നിങ്ങളൊരു partially owned subsidiary ആണ് of another company and all its other members. ഈ അതർ മെമ്പേഴ്സ് റെഫേഴ്സ് ടു ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യാത്ത ബാക്കിയുള്ള. ഈ കേസിൽ 90% ഹോൾഡിംഗ് കമ്പനിയുടെ എടുത്താൽ ബാക്കി 10% അവർ സമ്മതം തന്നിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ദോസ് നോട്ട് അതർവൈസ് എൻറ്റൈറ്റിൽ ടു വോട്ട്. ഹു ആർ ദീസ് നോട്ട് എൻറ്റൈറ്റിൽ ടു വോട്ട്? ഒരുപാട് പോയിന്റ്സ് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. പലതും CA ഫൈനൽ അവരിന് നമ്മൾ CA ഇന്ററിൽ ചില കേസസിലൊക്കെ പറയുന്നുണ്ട്. 106-ൽ റെസ്ട്രിക്ഷൻ വോട്ടിംഗ് റൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. ബട്ട് അത്ര ഡെപ്തിലൊന്നും ഇപ്പോൾ ഇവിടെ പോകണ്ട. അപ്പോൾ വോട്ട് ചെയ്യാൻ പവർ ഇല്ലാത്ത ആൾക്കാർ വരെ നമുക്ക് സമ്മതം തന്നിട്ടുണ്ട്. എന്ത്? ഹാവിംഗ് ബീൻ ഇൻറ്റിമേറ്റഡ് ഇൻ റൈറ്റിംഗ് ഫോർ വിച്ച് പ്രൂഫ് ഓഫ് ഡെലിവറി കാര്യങ്ങളൊക്കെ കമ്പനിയിൽ വെച്ചിട്ടുണ്ട്. എന്താണ് അവർ ഇൻറ്റിമേറ്റ് ചെയ്ത് റൈറ്റിംഗിൽ? ദേ ഡു നോട്ട് ഒബ്ജെക്ട്. കമ്പനി CFS പ്രിപ്പയർ ചെയ്യാത്തതിൽ അവർക്ക് ഒബ്ജെക്ഷൻ ഇല്ല. സോ ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ സബ്സിഡറി ആവണം, നിങ്ങൾ 100% മെമ്പേഴ്സിന് സമ്മതം നിങ്ങൾക്ക് കിട്ടണം. സെക്കൻഡ് പോയിന്റ്, ഇതൊക്കെ മീറ്റ്സ് ദ ഫോളോയിങ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസ് ഒക്കെ ആൻഡ് ആണ്, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഇതും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ഇവര് ലിസ്റ്റഡ് അല്ല, നോട്ട് ലിസ്റ്റഡ് ആൻഡ് അവർ നോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല. തേർഡ് പോയിന്റ്, അവർ അൾട്ടിമേറ്റ് ഓർ ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി ROCക്ക് CFS ഫയൽ ചെയ്യുന്നുണ്ട്. ആ CFS ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രകാരം ഇവര് ദേ ആർ മേ ക്വാളിഫൈ ഫോർ ദി എക്സെപ്ഷൻ. എന്ത് വേണം? പാർഷ്യലി ഓൺ സബ്സിഡറി ആണ്, ഇവര് ലിസ്റ്റഡ് അല്ല. ഈ പോയിന്റ്സ് ഒക്കെ വീണ്ടും മേലെ റിപ്പീറ്റ് ചെയ്ത് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പാർഷ്യലി ഓൺ സബ്സിഡറി ആണ്, ബാക്കിയുള്ള 10% ആൾക്കാരെ റിട്ടേൺ കൺസെന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എക്സെപ്ഷൻ എലിജിബിൾ ആണ്. സെക്കൻഡ് പോയിന്റ്, ലിസ്റ്റഡ് ആണെങ്കിൽ എന്തുണ്ടാവുക? ഇഫ് ലിസ്റ്റഡ് ആണെങ്കിൽ present its own CFS as per applicable AS would not qualify for the exception. അതാണ് നമ്മുടെ മെയിൻ ആൻസർ അവിടെ കൺക്ലൂഷൻ. ലിസ്റ്റഡ് ആണെങ്കിൽ ആ സെക്കൻഡ് എക്സെപ്ഷണൽ സെക്കൻഡ് കണ്ടീഷൻ വയലേറ്റ് ആയി, നിങ്ങൾ പിന്നെ CFS കൊടുക്കൽ കമ്പൽസറി ആയി. You there? വല്ല മനസ്സിലാവുണ്ടടാ? പൂജ യെസ്, സിദ്ധാർത്ഥ് യെസ്, ജസ്റ്റി യെസ്, ജനീറ്റ യെസ്, ഓഷ്ബ യെസ്, മനാസ് യെസ്. ഓക്കെ, ഒരു റിലീഫ് ഉണ്ടായത്, ഒരു റെസ്പോൺസ് വരുമ്പോൾ. ഓക്കെ, ABC പ്രൈവറ്റ് ലിമിറ്റഡ് 1% കമ്പനിയാണ്, 2024 ഇൻകോർപ്പറേറ്റ് ചെയ്തു. നോട്ട് അപ്പോയിന്റഡ് എനി CS അപ്പോയിന്റ് ചെയ്തിട്ടില്ല, കാരണം സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻസ് ആണ്. CS കമ്പൽസറി അല്ല അപ്പൊ അവർക്ക്. ഓക്കെ, 24-25 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഡയറക്ടർ കൺഫ്യൂഷനിലാണ്. എന്ത്? കമ്പനിയിലെ എക്സ്പേർട്ടിനെ വന്നിട്ട് കണ്ടിട്ട് പറയാണ്, നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണോ, അബ്രിജ്ഡ് വേർഷൻ ഓഫ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഓക്കെ, ആര് സൈൻ ചെയ്യും? റിക്വയർമെന്റ്സ് ഓരോന്ന് ചെക്ക് ചെയ്യാട്ടോ. എക്സൈറ്റ്മെന്റിൽ എനിക്ക് ആനുവൽ റിട്ടേൺ അറിയാം, ഐ എം വെരി ഹാപ്പി, OPC ആണ്, ഫോം നമ്പർ അറിയാം, അതൊക്കെ ഓക്കെ, വെരി ഗുഡ്. ഫയൽ ചെയ്യണോ? അത് മാത്രമല്ല, ഇവിടെ ചെറിയൊരു സെക്കൻഡ് റിക്വയർമെന്റ് പറയുന്നുണ്ട്, ആര് സൈൻ ചെയ്യണം. അപ്പൊ അതും ഒരു റിക്വയർമെന്റ്. വാട്ട് ഫോം ഷുഡ് ABC പ്രൈവറ്റ് ലിമിറ്റഡ് യൂസ് ടു ഫയൽ ഇറ്റ്സ് ആനുവൽ റിട്ടേൺ? സോ ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആണ്, ഫുൾ ഫ്ലെജ്ഡ് ആണ്. നോർമലി എല്ലാ കമ്പനീസും ഫുൾ ഫ്ലെജ് എന്ന് പറയുമ്പോൾ MGT7 ആണ്. അബ്രിജ്ഡ് വേർഷൻ എന്ന് പറയുമ്പോൾ MGT7A ആണ്. ഈ അബ്രിജിന് ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ള ബേസിസിലാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. നോർമലി എല്ലാ കമ്പനീസും MGT7 ഫയൽ ചെയ്യുക. മീറ്റിംഗ് കഴിഞ്ഞാൽ വിത്തിൻ 60 ഡേയ്സ്, ഏതാ സെക്ഷൻ നമ്പർ 92, മീറ്റിംഗ് കഴിഞ്ഞാൽ വിത്തിൻ 60 ഡേയ്സ് ആനുവൽ റിട്ടേൺ ROCക്ക് ഫയൽ ചെയ്യണം. ഫോം നമ്പർ MGT7 മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലാണ് ഇത് വരുന്നത്, അതുകൊണ്ടാണ് MGT സീരീസ്. MGT7 അയച്ചു കൊടുക്കും. ഇതാര് സൈൻ ചെയ്യും? CSും സൈൻ ചെയ്യും, ഡയറക്ടറും സൈൻ ചെയ്യും. നിങ്ങളുടെ കമ്പനിയിൽ CS ഇല്ലെങ്കിൽ പ്രാക്ടീസിങ് CSനെ കൊണ്ട് സൈൻ ചെയ്യൽ കമ്പൽസറി ആണ്. ആനുവൽ റിട്ടേൺ CS സൈൻ ചെയ്യണം, പ്രാക്ടീസിങ് CS സൈൻ ചെയ്യും, ഡയറക്ടർ സൈൻ ചെയ്യും, CS ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി ചില കമ്പനീസിന് സൈനിങ്ങിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ? OPCക്കും സ്മോളിനും സ്റ്റാർട്ടപ്പിനും സൈനിങ്ങിൻ്റെ അവിടെ പറയണത് CS സൈൻ ചെയ്താൽ മതി.
ഇനി സി എസ് ഇല്ലെങ്കിൽ ഡയറക്ടറിന് സൈൻ ചെയ്യാം. ഫോക്കസ് കെയർഫുള്ളി, വി ആർ നോട്ട് സെയിങ് സി എസ് ഓർ ഡയറക്ടർ എന്നല്ല പറയണത്. സി എസ് ഉണ്ടോ നിങ്ങളെ കമ്പനിയിൽ, സി എസ് സൈൻ ചെയ്യൽ കമ്പൽസറി ആയി. സി എസ് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസിന് സി എസിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, നിങ്ങളെ കമ്പനിയിൽ ഡയറക്ടർ സൈൻ ചെയ്താൽ മതി. സോ നോർമൽ കമ്പനി സി എസും ഡയറക്ടറും സൈൻ ചെയ്യണം. ഈ 3 കമ്പനീസ് സി എസ് ഉണ്ടെങ്കിൽ സി എസ്, സി എസ് ഇല്ലെങ്കിൽ ഡയറക്ടർ സൈൻ ചെയ്താൽ മതി. ദിസ് ഇസ് അബൌട്ട് സൈനിങ്ങിന്റെ എക്സെപ്ഷൻ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, അബ്രിജ്ഡ് ആനുവൽ റിട്ടേൺ ആർക്കൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഒ പി സിക്കും സ്മോളിനും മാത്രം. അവിടെ സ്റ്റാർട്ടപ്പ് എക്സെപ്ഷൻ പറഞ്ഞിട്ടില്ല. ഒ പി സിക്കും സ്മോളിനും അവർ ഫുൾ ഫ്ലെജ് ആനുവൽ റിട്ടേൺ അല്ല ഫയൽ ചെയ്യുക, അബ്രിജ്ഡ് ആനുവൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുക MGT7A. ഇൻഫാക്ട് ദീസ് ആർ ദി 2 കമ്പനീസ്. അബ്രിജ്ഡ് ബോർഡ് റിപ്പോർട്ടും സെക്ഷൻ 134 ബോർഡ് റിപ്പോർട്ട് അവർക്ക് അബ്രിജ്ഡ് കൊടുത്താൽ മതി. ദീസ് ആർ ദി 2 കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഫോം നമ്പർ നമ്മൾ പറഞ്ഞു MGT7A. സൈനിങ് ആര് ചെയ്യണം? സി എസ് ഇല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഡയറക്ടർ സൈൻ ചെയ്താൽ മതി. ഹു ഈസ് ഓതറൈസ്ഡ് ടു സൈൻ ദ ആനുവൽ റിട്ടേൺ? ദാറ്റ്സ് ഇറ്റ്. സെക്ഷൻ 92, every company shall prepare ആനുവൽ റിട്ടേൺ, പ്രിസ്ക്രൈബ്ഡ് ഫോം, പ്രിസ്ക്രൈബ് പെർട്ടിക്കുലേഴ്സ്, ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ. പിന്നെ CG പ്രിസ്ക്രൈബ് അബ്രിജ് ഫോം ആനുവൽ റിട്ടേൺ ആർക്കൊക്കെ? OPC, സ്മോൾ കമ്പനി, സച്ച് ക്ലാസ് ഓഫ് കമ്പനി, CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസിനും ചെയ്യാം. പിന്നെ അപ്പോൾ ഇവർ ഏത് ഫോമിലാണ് ചെയ്യുക? ഇവർ MGT7A ചെയ്യും. അവർ ഇൻ റിലേഷൻ ടു OPC ആൻഡ് സ്മോൾ കമ്പനി ദ ആനുവൽ റിട്ടേൺ ഷാൽ ബി സൈൻഡ് ബൈ ദി CS ഓർ വേർ ദർ ഇസ് നോ CS ബൈ ദി ഡയറക്ടർ ഓഫ് ദി കമ്പനി. പ്രൊവിഷൻ ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം ആനുവൽ റിട്ടേൺ MGT7A കൊടുക്കണം. സെക്കൻഡ് പോയിന്റ്, in the absence of CS, annual return should be signed by the sole director of the company. As well as CS ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ കേസിൽ നിങ്ങൾ ഡയറക്ടറാണ് സൈൻ ചെയ്യുക. That was section 92, annual return. Then Sherman Associates, audit firm, audit chapter number 10 audit. 2 പാർട്ട്നേഴ്സ് ഉണ്ട്, ശർമ്മയുണ്ട്, രാജു ഉണ്ട്. ഓക്കെ, Raj is also a partner in another firm, Mehta and Associates. Sharma and Associates was appointed as the statutory auditor of Bright Future Limited, listed company on which the provisions relating to rotation of direct auditor applies. Okay, section 139, appointment of auditor, subsection 2 term of auditor പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ലിസ്റ്റഡ് കമ്പനീസ്, പിന്നെ അൺലിസ്റ്റഡ് കമ്പനീസ്. നിങ്ങൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ 10 കോടി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ ആപ്ലിക്കബിൾ ആയി, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 50 കോടി ഉണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് റൊട്ടേഷൻ ആപ്ലിക്കബിൾ ആയി. അവിടെ എന്താ പറഞ്ഞ്, ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടേം ഓഫ് 5 years കിട്ടും, ഫേം ആണെങ്കിൽ 2 ടേം ഓഫ് 5 years കിട്ടും. ടേം കംപ്ലീറ്റ് ചെയ്താൽ കൂളിംഗ് ഓഫ് പീരിയഡ് 5 വർഷം ആ കമ്പനിയിൽ ഓഡിറ്റർ ആവാൻ പാടില്ല. ദിസ് കോൺസെപ്റ്റ് ഇസ് നോൺ ആസ് റൊട്ടേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഷർമാൻ അസോസിയേറ്റ് എന്ന കമ്പനി അവര് for 2 consecutive terms of 5 years from 2017 to 2027. If Bright Future Limited now wants to appoint Mehta and Associates as its auditor, can it do so? പറ്റൂല. വൈ പറ്റൂല? നമ്മൾ തൊട്ട് മുന്നേ ഇപ്പം നമ്മൾ ഈ കൂളിംഗ് ഓഫ് പീരീഡ് ഇപ്പോൾ ആദ്യം ശർമ്മ ആൻഡ് അസോസിയേറ്റ്സ് 2 term of 5 year കംപ്ലീറ്റ് ചെയ്തല്ലോ. പിന്നെ ആ കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ടല്ലോ 5 വർഷം. ആ 5 വർഷത്തിൽ ഈ ശർമ്മ ആൻഡ് അസോസിയേറ്റ്സ് മാത്രമല്ല ഡിസ്ക്വാളിഫൈഡ്, ആ ഫേമിലെ പാർട്ട്നേഴ്സ്, കോമൺ പാർട്ട്നേഴ്സ് ആയിട്ട് വേറെ ഏതൊക്കെ ഫേം ഉണ്ടോ അവർക്കും ഈ കൂളിംഗ് ഓഫ് പീരീഡ് ആപ്ലിക്കബിൾ ആണ്. ആ ഫേമിന് നമുക്ക് ഈ കൂളിംഗ് ഓഫ് പീരീഡിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ കേസിൽ വൺ ഓഫ് ദി പാർട്ട്ണർ രാജ് കോമൺ പാർട്ട്ണർ ആണ്. ഇഫ് നോട്ട്, വെൻ വിൽ ദ റെസ്ട്രിക്ഷൻ ബി ലിഫ്റ്റഡ്? അതും കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 2027 വരെ ആയി എന്നല്ല പറഞ്ഞ്, കൂളിംഗ് ഓഫ് പീരീഡ് വിൽ ബി ടിൽ 2032 കഴിഞ്ഞാൽ പിന്നെ അപ്പോയിന്റ് ചെയ്യാം. 139 subsection 2 Companies Act, listed companies, such class of companies shall not appoint audit firm as auditor for more than 2 term of 5 years. As on the date of appointment, an audit firm shall not have a partner or partners who are, were, whatever, partners of the other audit firm whose tenure has been expired in the company immediately preceding financial year. ഇപ്പോൾ അപ്പോയിൻമെന്റ് തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ടേം എക്സ്പയർ ആയ കമ്പനി, ടേം എക്സ്പയർ ആയ ഓഡിറ്റിംഗ് ഫേമിൽ കോമൺ പാർട്ട്നേഴ്സ് ഉള്ള മറ്റ് ഓഡിറ്റ് ഫേംസിനും ഈ കൂളിംഗ് പീരീഡ് ആപ്ലിക്കബിൾ ആണ്. Bright Future Limited cannot appoint Mehta and Associates as its auditor immediately after the completion of Sharma and Associates tenure, since Raj common partner ആണ്. Regulatory provisions impose cooling off period of 5 years. ഓക്കെ, അപ്പോൾ ഇനി 2032 മുതൽ only after 2032 കഴിഞ്ഞാലേ പറ്റുള്ളൂ. കാരണം 2027 5 വർഷം കൂടിയ 2032. പൂജ, യെസ്, കോമൺ പാർട്ട്ണർ. We are done with Companies Act. LLP.
GEAT LLP, small scale consulting firm, financial year 24-25, റിപ്പോർട്ടഡ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ. LLPയിൽ നമ്മൾ കമ്പനീസ് ആക്ടിലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടേമിന് LLPയിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുക. കമ്പനീസ് ആക്ടിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി എന്നാണ് പറയുക. LLPയിൽ ടേംസിൽ മാറ്റമുണ്ട്. അവിടെ ഡയറക്ടർ കമ്പനിയിൽ, ഇവിടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ ഇവർ കോൺട്രിബ്യൂഷൻ 20 lakh ആണ്, ടേൺ ഓവർ 35 lakh ആണ്, ആസ് പെർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി. അതായത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇതാണ് അവരെ ഇപ്പോഴത്തെ സ്ഥിതി. LLP intends to avail the benefits granted for small LLP. സ്മോൾ LLP ആർക്കാണ് കിട്ടുക? നിങ്ങളെ കോൺട്രിബ്യൂഷൻ 25 lakh, അതായത് നിങ്ങളെ ക്യാപിറ്റൽ. ഓക്കെ, റൈറ്റ്, കോൺട്രിബ്യൂഷൻ 25 lakh നിങ്ങളെ ടേൺ ഓവർ 40 lakh. സ്മോൾ LLP ആവാനുള്ള സ്റ്റേറ്റസ് ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആവണം. ഇത് എക്സീഡ് ചെയ്യാൻ പാടില്ല, ഷാൽ നോട്ട് എക്സീഡ്. ഇനി ഇവിടെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് റൂൾസിൽ വേണമെങ്കിൽ കോൺട്രിബ്യൂഷൻ 5 crore വരെ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇത് 50 crore, ക്യാപിറ്റൽ 50 crore വരെ പ്രിസ്ക്രൈബ് ചെയ്യാം. അത് റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതുവരെ അവിടെ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. സെയിം ലൈക്ക് കമ്പനീസ് ആക്ടിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ 50 lakh, ടേൺ ഓവർ 2 crore. ഇത് രണ്ടും എക്സീഡ് ചെയ്യാത്ത കമ്പനിയാണ് സ്മോൾ കമ്പനി. സെൻട്രൽ ഗവൺമെന്റ് പവർ ഉണ്ട് ക്യാപിറ്റൽ 10 crore വരെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള, ടേൺ ഓവർ 100 crore വരെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള. അവിടെ റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഫോറം 14. അപ്പോൾ അവിടെ നമ്മൾ പ്രാക്ടിക്കൽ ലിമിറ്റ് നോക്കുക ഫോറം 40 ആണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കിടക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് റൂൾസിലൊന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുക 25 lakhും 40 lakhും എക്സീഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്മോൾ LLP എന്ന് പറയാം. ബേസ്ഡ് ഓൺ ദി ഗിവൺ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഡിറ്റർമൈൻ വെദർ ഈ LLP ക്വാളിഫൈസ് ആസ് എ സ്മോൾ LLP. അപ്പോൾ ഇവരത് ആകെ 20-35 ഉള്ളൂ. യെസ്, ദേ ആർ സ്മോൾ LLP. ഇഫ് അവർ എക്സ്പാൻഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് പ്രൊജക്ട്സ് ആൻഡ് റിസൾട്ടിംഗ് ടേൺ ഓവർ എക്സീഡ്സ് 50 CR ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല ഏത് കൺസൾട്ടൻസി ഫേമിലാണ് ഈ കൊല്ലം 35 ലക്ഷം ഉള്ള ആൾക്കാർ അടുത്ത കൊല്ലം നമ്മൾ 50 കോടി ക്രോസ് ചെയ്യും. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ചില ബിസിനസ് ഒക്കെ വരുന്നുണ്ട് മൈൻഡ്, പക്ഷെ ആ ബിസിനസ് ഒന്നും ലീഗലും അല്ല. അപ്പോൾ ഓക്കെ, വാട്ടെവർ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പോൾ അടുത്ത കൊല്ലം അവർ 50 കോടി ക്രോസ് ചെയ്യും. ഡിറ്റർമൈൻ ദ ലീഗൽ പൊസിഷൻ സ്മോൾ LLP. ഇല്ല, പറ്റൂല, സ്മോൾ LLP ആവൂല. 40 lakh ക്രോസ് ചെയ്ത് തന്നെ സ്മോൾ LLPന്റെ സ്റ്റേറ്റസ് പോയി. ഇൻഫാക്ട് ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഐ സി മനഃപൂർവ്വം ഈ 50 CR മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അവിടെ ഇട്ടതാണ്. LLPന്റെ കേസിൽ 50 ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സോ ഇനിയിപ്പോ ടേൺ ഓവർ 50 ക്രോസ് ചെയ്യാത്ത ആൾക്കാർ സ്മോളും 50 ക്രോസ് ചെയ്യുന്ന ആൾക്കാർ സ്മോൾ അല്ല എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഈ 40 കംപ്ലീറ്റ്ലി മൈൻഡിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ആ 50 മനഃപൂർവ്വം അവിടെ ഇട്ടതാണോ എന്ന് അറിയില്ല. അതർവൈസ് ലോജിക്കലി 35 lakh ഈ കൊല്ലം ടേൺ ഓവറുള്ള ആൾക്കാർ അടുത്ത കൊല്ലം 50 കോടി. ഓക്കെ, വാട്ടെവർ. സോ ക്രോസ് ചെയ്ത സ്മോൾ LLP ആവില്ല. ഫസ്റ്റ് കേസിൽ സ്മോൾ LLP ആണ്, സെക്കൻഡ് കേസിൽ സ്മോൾ LLP ആവില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു LLP Act, LLP classified as small LLP if contribution does not exceed 25 lakh or higher amount as may be prescribed. 5 കോടി വരെ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ ഇവരെ കോൺട്രിബ്യൂഷൻ 20 lakh മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്, ഇറ്റ് ഇസ് വിത്തിൻ ദി ലിമിറ്റ്. സെക്കൻഡ്, ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 40 lakh ഓർ ഹയർ എമൗണ്ട് 50 crore വരെ പറയാം. ഹിയർ ഈ മെത്തേഡ് ഓഫ് പ്രസന്റേഷൻ ഉണ്ടല്ലോ, ഈ RTP മെത്തേഡ് പ്രസന്റേഷൻ, ഇത് IC ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മെത്തേഡ് ഓഫ് പ്രസന്റേഷൻ ആണ്. ഐ വുഡ് സജസ്റ്റ് ഈ രീതിയിൽ ചെയ്യേണ്ട. ഇവിടെ അവർ ചെയ്തെന്താ വെച്ചാൽ പ്രൊവിഷനും കൺക്ലൂഷനും കൂടിയും ഒറ്റ സെന്റൻസിലാണ് കൊണ്ട് എഴുതി കൊടുത്തത്. പ്രൊവിഷനിൽ 25 lakh 5 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ ആകെ 20 ഉള്ളൂ. ഐ വുഡ് സജസ്റ്റ് IC ഇത്രയും കാലം പഠിപ്പിച്ച പാറ്റേണിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഈ സംഭവം ഇവിടെ എഴുതാതെ അത് ലാസ്റ്റ് എഴുതി കൊടുക്കുക, കൺക്ലൂഷൻ അവിടെ എഴുതി കൊടുക്കുക. ഈ കേസിൽ 20 ഉള്ളൂ, ഈ കേസിൽ 35 ഉള്ളൂ. നമ്മൾ നോർമൽ പാറ്റേൺ ആണ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. പ്രൊവിഷൻ പാരഗ്രാഫ്. അപ്പോൾ 25 എഴുതുക, 5 crore എഴുതുക, 40 എഴുതുക, 50 crore എഴുതുക. എന്നിട്ട് പിന്നെ ഈ പോയിന്റ്സ് എല്ലാം എഴുതിയിട്ട് സിൻസ് ഇവർ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു, അതുകൊണ്ട് ദേ ആർ എലിജിബിൾ ടു ബി എ സ്മോൾ LLP. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. ടേൺ ഓവർ 50 കോടി അടുത്ത വർഷം എക്സീഡ് ചെയ്താൽ ഇറ്റ് വിൽ നോ ലോങ്ങർ മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് സ്മോൾ LLP. പോയി, LLP എന്ന ലിമിറ്റ് പോയി, ആൻഡ് വിൽ ബി സബ്ജക്ട് ടു ഫുൾ കംപ്ലയൻസ്. അതോടുകൂടി നിങ്ങൾക്ക് LLP ആക്ടിലെ എല്ലാ പ്രൊവിഷൻസും ആപ്ലിക്കബിൾ ആവും ചെയ്യും. ദാറ്റ് വാസ് എ ക്യൂട്ട് ക്വസ്റ്റ്യൻ പ്രൊവൈഡഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിമിറ്റ്സ് ഓർമ്മ ഉണ്ടെങ്കിൽ കോട്ട് ചെയ്യാൻ പറ്റും. GCA, ജനറൽ ക്ലോസ് ആക്ട്. മിസ്റ്റർ N കോട്ട് സ്റ്റീലിംഗ് എ ബൈസൈക്കിൾ. ഓക്കെ, സൈക്കിൾ കട്ടെടുത്തപ്പോൾ പിടിക്കപ്പെട്ട്. അപ്പോൾ ആൻ ഒഫൻസ് വിച്ച് ഇസ് പണിഷബിൾ അണ്ടർ IPC, ഇന്ത്യൻ പീനൽ കോഡിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസും ആണ്. കട്ടെടുത്താൽ പണിഷ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ 379 of IPC പ്രകാരം പണിഷ്മെന്റ് ഫോർ തെഫ്റ്റ് വാസ് ചാർജ്ഡ് അഗെയിൻസ്റ്റ് ഹിം. Elaborate how the term imprisonment levied under GCA can be applied in line with
relevant law specified in IPC. Okay, അപ്പോൾ indirectly they are trying to ask you GCAയിലെ ഇംപ്രിസൺമെന്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ, അതാണ് ഇപ്പോൾ അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. GCAയിൽ ഇംപ്രിസൺമെന്റ് പറയുന്നത് GCA ആക്ച്വലി ബൈ ഇറ്റ് സെൽഫ് ഇംപ്രിസൺമെന്റ് എന്താണെന്നുള്ളത് പറയണില്ല. GCA റെഫറൻസ് കൊടുക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിനാണ്. അവിടെ എന്താണോ പറയണത് അത് തന്നെയാണ് ഇംപ്രിസൺമെന്റ് എന്നാണ് GCA പറഞ്ഞത്. നൗ ഇംപ്രിസൺമെന്റ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് നമുക്ക് റിഗ്രസ് ഇംപ്രിസൺമെന്റ് ഉണ്ട്, മറ്റേത് സിമ്പിളും ഉണ്ട്. റിഗ്രസ് ഇംപ്രിസൺമെന്റ് നിങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കും, അവിടെ പോയിട്ട് പാറ പൊട്ടിക്കുക, മറ്റേ ഹെവി പണിയൊക്കെ എടുപ്പിക്കും. സിമ്പിൾ ഇംപ്രിസൺമെന്റ് ഒന്നുമില്ല, അവിടെ പോവുക, ജയിലിൽ കിടക്കുക, അവിടെ വട്ടവർ ഒരു തരുന്ന ഉണ്ട കഴിക്കുക, ഫുഡ് കഴിക്കുക, ബാക്കി നിങ്ങളെ അവിടെ ചില സമയത്ത് ലെസർ ടൈം ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് പേപ്പറൊക്കെ വായിച്ചിരിക്കുക, അങ്ങനെ. അത് സിമ്പിൾ ഇംപ്രിസൺമെന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് GCA ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. റിഗ്രസ് ഇംപ്രിസൺമെന്റ് ഉണ്ട്, സിമ്പിൾ ഇംപ്രിസൺമെന്റ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അവർ ചോദിക്കണം എന്താ, എലാബറേറ്റ് ഹൗ ദ ടേം ഇംപ്രിസൺമെന്റ് ലെവീഡ് അണ്ടർ GCA can be applied in line with the relevant. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ GCAയിലെ ഡെഫിനിഷൻ. ഇനി ഇതിൽ ഏതാ കിട്ടുക അത് കോർട്ട് തീരുമാനിക്കും. സൈക്കിളാണ് കട്ടത്. ഓക്കെ, നിങ്ങൾ സൈക്കിളാണ് കട്ടത്, സാധനത്തിന്റെ വാല്യൂ നോക്കിയിട്ട് കാര്യമില്ല. അതെങ്ങനെ കട്ടു, അതിനെ ഇടയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തള്ളി മറിച്ചിട്ട് അയാൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കി ഭയങ്കര സീൻ ഉണ്ടാക്കിയിട്ടാണ് കട്ടത്. ചിലപ്പോൾ റിഗ്രസ് ഇംപ്രിസൺമെന്റ് കിട്ടാം, അല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെന്റ് കിട്ടാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സർക്കംസ്റ്റൻസ് ഓഫ് ദി കേസ്. 327 പ്രകാരം imprisonment shall mean imprisonment of either description as defined in Indian Penal Code. അപ്പോൾ GCAയിൽ imprisonment എന്താ ഡിഫൈൻ ചെയ്യണില്ല, ഇന്ത്യൻ പീനൽ കോഡിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് ഇംപ്രിസൺമെന്റ് പറയുന്നത് ഒഫൻഡേഴ്സ് ആർ ലയബിൾ അണ്ടർ ദാറ്റ് കോഡ് ആർ imprisonment which are of two descriptions. രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് റിഗ്രസ്. സെക്കൻഡ്, റിഗ്രസ് എന്ന സംഭവം ദാറ്റ് ഈസ് വിത്ത് ഹാർഡ് ലേബർ, നല്ല പണി ഉണ്ടാവും, പാറ പൊട്ടിക്കലും കുറെ പണികളൊക്കെ ഉണ്ടാവും. സെക്കൻഡ് വൺ ഇസ് സിമ്പിൾ. ഇങ്ങനെയാണ് IPC ഇംപ്രിസൺമെന്റ് ക്ലാസിഫൈ ചെയ്യുന്നത്. വി ഹാവ് റിഗ്രസ് ആൻഡ് വി ഹാവ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ അതന്നെയാണ് GCA പറയുന്നത്. സോ വെൻ ആൻ ആക്ട് provides that an offense is punishable with imprisonment, court may in its discretion, കോർട്ടിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇംപ്രിസൺമെന്റ് റിഗ്രസ് ആക്കാം, സിമ്പിൾ ആക്കാം. In this case, if the court considers an's offense as a minor theft and believes it does not warrant harsh punishment, it might sentence him to simple. കാര്യമായിട്ട് സീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിർത്തിയിട്ട് സൈക്കിൾ ചെയ്യുന്നു, നിങ്ങൾ എടുത്താണ്ട് പോകുന്നു, കഴിഞ്ഞു. എക്സാമ്പിൾ പറയുകയാണെ, ലൈക്ക് ഒരു അവിടെ ഇവിടെയും തൊടാത്തൊരു പോയിന്റാണ് പറയണത്. അപ്പോൾ കോർട്ടിന് സിറ്റുവേഷൻ എല്ലാം നോക്കിയിട്ട് ഭയങ്കര സിവിയർ ആയി തോന്നുകയാണെങ്കിൽ എന്താണ് റിഗ്രസ് ഇംപ്രിസൺമെന്റ് ഇമ്പോസ് ചെയ്യാം. However, if the theft involved force was committed in a violent manner, or if Mr. N has a history of criminal behavior, ഇയാൾക്ക് തന്നെ പണി, the court may decide to impose rigorous imprisonment. That was a direct question. GCA ഇന്ത്യൻ പീനൽ കോഡിലേക്ക് റെഫറൻസ് കൊടുക്കണം. ഇന്ത്യൻ പീനൽ കോഡ് ഇംപ്രിസൺമെന്റ് പറയുന്നത് റിഗ്രസും സിമ്പിൾ ആയിട്ടും. കഴിയാനായിടാ, ഇന്റർപ്രിട്ടേഷനും പറയാണ്ട്, ഫെമയും പറയാണ്ട്, പിന്നെ വി ഹാവ് MCQ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടെക്നിക്കൽ ടൈമിൽ മിസ്സായി പോയി, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. നമുക്ക് MCQ ഡിസ്കസ് ചെയ്യാൻ പറ്റും. And then we can move on to doubt clearing session. Interpretation of statute. What is the meaning and legal significance of the principle generalia specialibus non derogant? Generalia specialibus non derogant. ജനറലും സ്പെഷ്യലും തമ്മിൽ ക്ലാഷ് വന്നാൽ അത് ഒരേ ആക്ടിലെ രണ്ട് സെക്ഷൻ ആവട്ടെ, ഒരു ജനറൽ സെക്ഷനും ഒരു സ്പെസിഫിക് സെക്ഷനും, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആക്ട് ആവട്ടെ, ഒന്ന് ജനറൽ ആയിട്ട് ആക്ടും ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ആക്ടും, ഇത് രണ്ടും തമ്മിൽ ക്ലാഷ് വന്നാൽ എപ്പോഴും സ്പെസിഫിക് ആണ് പ്രിവെയിൽ ചെയ്യുക, സ്പെസിഫിക് ആണ് ഓവർ റൈഡ് ചെയ്യുക. സ്പെസിഫിക് ലോ വിൽ പ്രിവെയിൽ ഓവർ ജനറൽ ലോ എന്ന് ആരാ പറയണത്? ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. ഹാർമണി. രണ്ടാൾക്കാർ തമ്മിൽ ക്ലാഷ് വന്നാൽ എന്ത് ചെയ്യണം? ഹാർമണി, രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക. ട്രൈ ടു അപ്ഹോൾഡ് ബോത്ത്. 3 സ്റ്റെപ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് ട്രൈ ടു അപ്ഹോൾഡ് ബോത്ത്. അത് പോസിബിൾ അല്ലെങ്കിൽ സ്പെസിഫിക് വിൽ പ്രിവെയിൽ ഓവർ ജനറൽ. അതും പോസിബിൾ അല്ലെങ്കിൽ ലേറ്റർ വിൽ പ്രിവെയിൽ ഓവർ ഏർലിയർ. ഏതാണോ പുതിയത് വന്നത്, ലാസ്റ്റ് വന്ന ആക്ട് അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന സെക്ഷൻ, അത് പഴയ സെക്ഷൻ അല്ലെങ്കിൽ പഴയ ആക്ടിന് ഓവർ റൈഡ് ചെയ്യും. The principle generalia specialibus non derogant means that when a general law and a specific law address the same subject matter, ഒരേ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള ആക്ടും ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടും ഉണ്ട്. സെക്യൂരിറ്റീസിന്റെ ലിസ്റ്റിങ്ങിനെ പറ്റി കമ്പനീസ് ആക്ട് പറയുമ്പോൾ കമ്പനീസ് ആക്ട് ആണ്. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LIC ലിമിറ്റഡ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, LIC ലിമിറ്റഡ്, ഇവരൊരു കമ്പനി ആയതുകൊണ്ട് ഇവർക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആവും. അവർ ലിസ്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് സെബി ആപ്ലിക്കബിൾ ആവും. ഇവര് ഇൻഷുറൻസ് കമ്പനി ആയതുകൊണ്ട് ഇവർക്ക് IRDM ആപ്ലിക്കബിൾ ആവും. ഒരേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെന്റ് ആക്ടില് പ്രൊവിഷൻസ് പറയുന്നുണ്ടെങ്കിൽ, അൺലെസ് ആ സ്പെസിഫിക് ആക്ടിൽ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പൊ കമ്പനീസ് ആക്ടിന്റെ കേസിൽ കമ്പനീസ് ആക്ട് പറയാറുണ്ട്, ഫസ്റ്റ് സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്
ഞാൻ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ആപ്ലിക്കബിൾ ആവും ഇൻ സോ ഫാർ ആസ് ദ പ്രൊവിഷൻസ് ആർ നോട്ട് ഇൻകൺസിസ്റ്റന്റ് വിത്ത് കമ്പനീസ് ആക്ട് പ്രൊവിഷൻസും IRDന്റെ പ്രൊവിഷൻസും ക്ലാഷ് വരാത്ത സ്ഥലങ്ങളിൽ കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആവും എന്ന് കമ്പനീസ് ആക്ട് തന്നെ പറയുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഇസ് ക്ലിയർ. അസ്യൂം ആക്ടുകൾ തമ്മിൽ ക്ലാഷ് ആയി, എന്നിട്ട് ആക്ടുകളിൽ ഒന്നും പറയണില്ല ഏത് ഫോളോ ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൽ ഹാർമോണിയസ് കൺസെഷൻ പറയുന്നുണ്ട് സ്പെസിഫിക് വിൽ പ്രിവെയിൽ ഓവർ ജനറൽ. എപ്പോഴും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കേസിലാണ് കമ്പനീസ് ആക്ടും IRDയും ക്ലാഷ് വന്നതെങ്കിൽ ഇൻഷുറൻസ് ആക്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി, കമ്പനീസ് ആക്ട് സെക്കൻഡ് പ്രയോറിറ്റി. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കമ്പനീസ് ആക്ടും സെബിയും തമ്മിൽ ക്ലാഷ് വന്നാൽ സെബിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, കമ്പനീസ് ആക്ട് സെക്കൻഡ് പ്രയോറിറ്റി. സ്പെസിഫിക് വിൽ പ്രിവെയിൽ ഓവർ ജനറൽ. This ensures that specialized law designed for particular situations are not overridden by broader, more general provisions. Example, general law, all contracts must be in writing to be legally enforceable. Don't get confused. This Indian Contract Act 1872 ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നല്ല പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു ആക്ടിൽ പറയാണ് എല്ലാ കോൺട്രാക്റ്റും റിട്ടേൺ ആവണം. കോൺട്രാക്ട് ആക്ട് പ്രകാരം ഓറൽ റിട്ടേണും വാലിഡ് ആണ്. ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. എല്ലാ കോൺട്രാക്റ്റും റിട്ടേൺ ആവണം, ലീഗലി എൻഫോഴ്സബിൾ ആണ്, റിട്ടേൺ ആവണം എന്ന് ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, എന്നിട്ട് പറയാണ് സ്പെസിഫിക് ലോ പറയാണ് ഓറൽ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് അണ്ടർ 5,000 ഇസ് ലീഗലി വാലിഡ്. ആദ്യം പറഞ്ഞ എല്ലാം റിട്ടേൺ ആവണം. പിന്നെ പറയുന്നത് 5,000 താഴെയുള്ള സെയിൽ കോൺട്രാക്ട്സ് ഓറൽ ആണെങ്കിൽ വാലിഡ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെ എക്സെപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇത് സ്പെസിഫിക് ആയി. അപ്പൊ ഇത് പ്രിവെയിൽ ചെയ്യും. 5,000 താഴെയുള്ളത് ഓറൽ ആണെങ്കിലും കുഴപ്പമില്ല, 5,000 മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ആകൽ കമ്പൽസറി എന്നുള്ള പ്രൊവിഷനാണ് വരിക. ഹിയർ ജനറൽ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ കോൺട്രാക്ട്സ് മസ്റ്റ് ബി റിട്ടേൺ. അങ്ങനെ നോക്കുമ്പോൾ 5,000 താഴെയുള്ളത് റിട്ടേൺ ആവണം എന്നുള്ള രീതിയിലാണ് വരുന്നത്, ക്ലാഷ് വരാണ്. അവർ സ്പെസിഫിക് റൂൾ ക്രിയേറ്റ്സ് an exception for oral contracts involving goods under 5,000. According to the principle, generally specialist is non-derogant. Specific rule will prevail. Specific rule will prevail in case involving small value goods making oral agreement enforceable despite of broader general rule. General rule ഉണ്ടെങ്കിലും സ്പെസിഫിക് ആണ് ഇവിടെ പ്രിവെയിൽ ചെയ്യുക. This principle helps maintain legal clarity by ensuring that specialized provisions are applied without being overridden by general rules. മേലെ പറഞ്ഞു ഹാർമോണിയസിന്റെ ഉദ്ദേശം തന്നെ സ്പെസിഫിക്കും ജനറലും തമ്മിൽ ക്ലാഷ് വന്നാൽ സ്പെസിഫിക്കിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം, ജനറൽ സ്പെസിഫിക്കിനെ ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല, സ്പെസിഫിക് പ്രിവെയിൽ ചെയ്യണം എന്നുള്ളത്. Amrish has been admitted to a postgraduate program at a foreign university and intends to join soon. The annual course fee is approximately rupees 350,000. Okay, rupees 350. Kindly advise his parents on how they can make the remittance for fees under FEMA. After completing his studies, അയാൾ എംപ്ലോയിഡ് ആയി, ജോയിന്റ് വെഞ്ചർ ഓഫ് ഫോറിൻ കമ്പനി, വെരി ഗുഡ്, പ്രൗഡ്. എന്നിട്ട് പൈസ അയച്ചു കൊടുക്കുകയാണ്, ഇനിയിപ്പോൾ തിരിച്ചയച്ചു കൊടുക്കുകയാണ്. ഫാമിലി ഇന്ത്യയിലാണ്, അപ്പോൾ തിരിച്ചയച്ചു കൊടുക്കണം സാലറി. വെരി ഗുഡ്. സി ഫെമയില് we have capital account, current account. Current account we have schedule 1, schedule 2, schedule 3. Schedule 1 prohibited list ആണ്. schedule 2 CG ന്റെ approval required ആയിട്ടുള്ളത്. schedule 3 RBI ന്റെ approval required ആയിട്ടുള്ളത്. RBI ന്റെ approval എപ്പോൾ required ആയിട്ടുള്ളത്? ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം ഒരു ഇൻഡിവിജ്വലിന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ $250,000 എക്സീഡ് ചെയ്താൽ RBI ന്റെ അപ്രൂവൽ വേണം. എന്ത്? റെമിറ്റൻസ്. ഇവിടുന്ന് പൈസ നിങ്ങൾ അയക്കുകയാണ്. ഒരു ഇൻഡിവിജ്വലിന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ $250,000 വരെ റെമിറ്റ് ചെയ്യാൻ അപ്രൂവലിന്റെ ആവശ്യമില്ല, ഫ്രീലി റെമിറ്റ് ചെയ്യാം. അതിന് മേലാണെങ്കിൽ അപ്രൂവൽ വേണം. സോ ഇൻ ദിസ് കേസ് അമൗണ്ട് 350 ആയല്ലോ, അപ്പൊ അപ്രൂവൽ വേണം. ഐ തിങ്ക് ഇതൊക്കെ ICAI മനഃപൂർവ്വം ചെയ്യണം. 350 റുപ്പീസ് എന്നുള്ളതൊക്കെ മേ ബി നിങ്ങളെ മൈൻഡിൽ 250 എന്നുള്ള എമൗണ്ട് ഉണ്ടാവും. അത് റുപ്പീസ് ആണോ ഡോളേഴ്സ് ആണോ ഓർത്ത് വെച്ചിട്ടുണ്ടാവില്ല. സോ ക്ലാഷ് വരാം. കമോൺ, എന്താണ് ഇത്? റുപ്പീസ് നിങ്ങൾ ഡോളേഴ്സിലേക്ക് 350 എന്നുള്ള എങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും 250 ക്രോസ് ചെയ്യൂല. അപ്രൂവൽ വേണ്ട. ഈ കേസിൽ അപ്രൂവൽ വേണ്ട. $250,000 വരെ അപ്രൂവൽ വേണ്ട. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, മിസ്റ്റർ ആഡ് ഓൺ ആയിട്ട് പറയാണ്, അവിടെ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ പ്രൈവറ്റ് വിസിറ്റ് ടു എനി കൺട്രി എക്സെപ്റ്റ് നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ, ഗിഫ്റ്റ്, ഡൊണേഷൻ, സ്റ്റഡീസിന് പോവുക, എമിഗ്രേഷന് പോവുക, മെഡിക്കൽ ട്രീറ്റ്മെന്റ് പോവുക, ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടാണ് 250,000 വരെ കൂട്ടുക. അല്ലാതെ ഓരോ ഐറ്റത്തിനും 250 കിട്ടൂല, എല്ലാം കൂടി കമ്പൈൻഡ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, 3 കാര്യങ്ങൾക്ക് അവിടെ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. 3 കാര്യങ്ങൾക്ക് 250 മേലെ പോവുകയാണെങ്കിലും അപ്രൂവൽ വേണ്ട. സ്റ്റഡീസ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, എമിഗ്രേഷൻ. ഈ 3 കാര്യങ്ങൾക്ക് പ്രൊവൈഡഡ് കണ്ടീഷനും ഉണ്ട്. സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി അടുത്ത് നമുക്ക് റിട്ടേൺ എസ്റ്റിമേറ്റ് കിട്ടുകയാണ്.
ട്രീറ്റ്മെന്റിന് പോവുകയാണെങ്കിൽ നമുക്കൊരു ഡോക്ടർ എടുത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ എസ്റ്റിമേറ്റ് കിട്ടുകയാണ് ഇത്ര ആവും കോസ്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ എമിഗ്രേഷൻ കൺട്രിയുടെ റിക്വയർമെന്റ് ആണ് നിങ്ങൾ എത്ര അമൗണ്ട് കൊണ്ടുപോകണം എന്ന് റിട്ടേൺ എസ്റ്റിമേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 250 മേലേക്കും അപ്രൂവൽ വേണ്ട. കാരണം അങ്ങനത്തെ ഒരുപാട് കേസസ് ആർ ബി ഐൻ്റെ അടുത്ത് കുന്നുകൂടി കിടക്കുകയാണ്. അപ്രൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ ബി ഐ പറഞ്ഞു ഇതൊരു സ്ഥിരമുള്ള സംഭവമാണ്, സോ നിങ്ങൾക്ക് റിട്ടേൺ എസ്റ്റിമേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്രൂവൽ വേണ്ട 250 മേലെ. അത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ഇവിടെ 250 മേലെ പോകുന്നേ ഇല്ല, അപ്രൂവലും ഇല്ല, ഒരാവശ്യമില്ല, ഫ്രീലി റെമിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ആള് സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റും ചെയ്ത് ഇപ്പോൾ എംപ്ലോയിഡ് ബൈ ജോയിന്റ് വെഞ്ചർ ഓഫ് ഫോറിൻ കമ്പനി ഇൻ ഇന്ത്യ. ഒരു ഫോറിൻ കമ്പനിയുടെ ജോയിന്റ് വെഞ്ചർ ഇന്ത്യയിലുണ്ട്, അവിടെ എംപ്ലോയിഡ് ആണ്. ദ കമ്പനി ഇന്റൻസ് ടു സെൻഡ് ഹിം ഓൺ എ ഡെപ്യൂട്ടേഷൻ ടു ഹാൻഡിൽ ബിസിനസ് ഓപ്പറേഷൻസ് അബ്രോഡ്. ഹിസ് ഫാമിലി റിസൈഡ്സ് ഇൻ ഇന്ത്യ. ഹി വുഡ് ലൈക്ക് ടു നോ ഇഫ് ഹി ക്യാൻ റെമിറ്റ് സാലറി ടു സപ്പോർട്ട് ദെയർ മെയിൻ്റനൻസ് ഇൻ ഇന്ത്യ. അഡ്വൈസ് ആസ് പെർ ദ പ്രൊവിഷൻ. സി, ഫസ്റ്റ് പോയിന്റ് ഫെമയിലെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ 3 പറഞ്ഞത് 250 വരെയാണോ അപ്രൂവൽ വേണ്ട, 250 മേലെ അപ്രൂവൽ വേണം. പിന്നെ നമ്മൾ 3 എക്സെപ്ഷൻസും പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് വീണ്ടും എക്സെപ്ഷൻ പറയാണ്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ഫോറിൻ കൺട്രിയുടെ ഫോറിൻ സ്റ്റേറ്റിന്റെ സിറ്റിസൺ ആണ് എക്സെപ്റ്റ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ എന്താണ് സിറ്റിസൺ ആണ് ബട്ട് നോട്ട് എ പെർമനന്റ് റെസിഡന്റ്, അങ്ങനെ കുറെ പോയിന്റ്സ്. അതായത് ദ പോയിന്റ് ഓവർ ഹിയർ ഇസ് യെസ് എക്സെപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ നെറ്റ് സാലറി, വാട്ട് ഇസ് നെറ്റ് സാലറി, ഇവിടെ ഉള്ള വാട്ട് എവർ ലീഗൽ കുറക്കാനുള്ള പി എഫിന്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളെല്ലാം ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് അമൗണ്ട് നിങ്ങൾക്ക് റെമിറ്റ് ചെയ്യാം. ഈവൻ ഇഫ് ആ അമൗണ്ട് 250 മേലെ പോവുകയാണെങ്കിലും കുഴപ്പമില്ല, അപ്രൂവലിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് മൈന്യൂട്ട് പോയിന്റ് എന്ന് നോക്കാം, വേർഡിങ്സ് വായിക്കുമ്പോൾ എന്താ സംഭവം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് പോയിന്റ് റെമിറ്റ് ചെയ്യാൻ പറ്റുമോ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫെമ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് പ്രകാരം $US 250 വരെ ആവശ്യമില്ല. ഓവറോൾ ലിമിറ്റ് ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ എഴുതി കൊടുക്കുന്നത് ബെറ്റർ ആട്ടോ. ചില ക്വസ്റ്റ്യൻസിൽ അവർ വേഗാണ്, ഈവൻ ടെക്സ്റ്റിൽ വരെ അവർ ഫുൾ എഴുതാറില്ല, ചില ക്വസ്റ്റ്യൻസിൽ മാത്രം എഴുതും. എന്ത് ഫെമയിലെ ഷെഡ്യൂൾ ഉണ്ടല്ലോ, അവിടെ ഓക്കെ, മൈ മിസ്റ്റേക്ക്, ഷെഡ്യൂൾ 3 പറയുന്നുണ്ട്. ഇനി ഈ കോൺസെപ്റ്റിന്റെ പേരെന്താ, ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം. ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു കോട്ട് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരമാണ് ഈ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ അഡീഷണൽ റെമിറ്റൻസ് ഇൻ എക്സസ് ഓഫ് സച്ച് ലിമിറ്റ് റിക്വയർ പ്രയർ അപ്രൂവൽ ആയത് ആർ ബി ഐന്റെ. In the given case, remittance of fees of Amrish for pursuing education abroad may avail exchange facility for the amount in excess of the limit under LRS in a financial year. Would be okay. In the given case, the remittance of fees of Amrish for pursuing education abroad may avail exchange facility for an amount in excess of the limit prescribed under LRS in a financial year. Education purpose ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് എന്ത് വേണം, നിങ്ങൾക്ക് റിട്ടേൺ എസ്റ്റിമേറ്റ് വേണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. In such case, the applicable limit, this is talking about an individual would be reduced from 250. ഇപ്പോൾ this is talking about ആ ഷെഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ പ്രൈവറ്റ് വിസിറ്റിന് പോയി, ഗിഫ്റ്റ് കൊടുക്കുക, ഡൊണേഷൻ കൊടുക്കുക, സ്റ്റഡീസിന് പോയി, ഈ ഓരോന്നിനും 250 കിട്ടും എന്നുള്ളതല്ല, ടോട്ടൽ 250 ആണ്. അപ്പൊ സ്റ്റഡീസിന് അസ്യൂം നിങ്ങൾ $100,000 സ്പെൻഡ് ചെയ്താൽ ബാക്കിയെല്ലാം കൂടി ബാക്കി 150 ഉണ്ടാവുള്ളൂ എന്ന പോയിന്റ് അവിടെ പറയുന്നത്. അത് വുഡ് ബി റിഡ്യൂസ്ഡ് ഫ്രം ദ ലിമിറ്റ് ഓഫ് 250 ബൈ ദി അമൗണ്ട് സോ റെമിറ്റഡ്. ഓക്കെ, ആ ടോട്ടൽ കൺസിഡർ ചെയ്യുമ്പോൾ. സെക്കൻഡ്, ഫെമ Amrish can remit his salary earned abroad to his family in India subject to the following regulations. എന്ത് വേണം, a person who is a resident but not permanently resident. നോർമലി PRI സെക്ഷൻ 2 പറയുന്നുണ്ട്, PROI സെക്ഷൻ 2W പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം more than 182 കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു പുതിയ കാറ്റഗറി ആളെ പറയാണ്, who is a resident but not a permanently resident. ഇതാരാണ്, 3 വർഷം വരെ ഇങ്ങനെ ഡെപ്യൂട്ടേഷൻ ബേസിസിൽ നിങ്ങൾ പുറത്തുള്ള എംപ്ലോയി ആണ്, നിങ്ങൾ ഇവിടെ ഒരു കോൺട്രാക്ട് ബേസിസിൽ വന്ന ആളാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 വർഷം വരെ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ആക്ച്വൽ എത്ര പീരീഡ് നിങ്ങൾ ഇവിടെ ഉണ്ട്, എത്ര കാലം നിങ്ങൾ ജോബ് ഉണ്ട്, 3 വർഷം വരെ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റസ് കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ 3 വർഷം വരെ നിങ്ങൾക്ക് നിങ്ങളെ നെറ്റ് സാലറി റിമിറ്റ് ചെയ്യാം, ഈവൻ ഇഫ് 250 മേലാണെങ്കിൽ അപ്രൂവൽ വേണ്ട. 3 വർഷം കഴിഞ്ഞാലും നെറ്റ് സാലറി 250 മേലാണെങ്കിൽ റിമിറ്റ് ചെയ്യാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, പ്രൊഹിബിഷൻ അല്ല, ഷെഡ്യൂൾ 3 ആണ്, ആർബിന്റെ അപ്രൂവൽ വേണ്ടി വരുന്നത് മാത്രം. So that was just about ഈ resident but not a permanent resident ആരാ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത്. Is a citizen of India who is on a deputation to the office or branch of a foreign company or subsidiary or joint venture in India. Such foreign company may, ഇയാൾക്ക് എന്ത് ചെയ്യാം, may make remittance up to his net salary. നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ ടാക്സസ്, PF കോൺട്രിബ്യൂഷൻ, അതർ ഡിഡക്ഷൻസ് എല്ലാം കുറച്ചിട്ട് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് റെമിറ്റ് ചെയ്യാം. As per stated law, person resident in India on account of his employment or deputation of specified duration, irrespective of the length thereof. നിങ്ങൾ എത്ര കാലത്തിന് അവിടെ വന്ന് എന്നുള്ള നമ്മൾ നോക്കൂല,
for a specific job or assignment, the duration of which does not exceed 3 years is resident but not a permanent resident. Now, this is where resident but not a permanent resident എന്താ എന്നുള്ളതാണ് ഈ പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3 വർഷം വരെ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റസ് കിട്ടുക. അപ്പോൾ 3 വർഷം വരെ ഈവൻ ഇഫ് നിങ്ങൾ നെറ്റ് സാലറി 250 മേലെ പോയാലും RBI അപ്രൂവൽ ഇല്ലാതെ റെമിറ്റ് ചെയ്യാം. നെറ്റ് സാലറി ഇവിടുത്തെ ഡിഡക്ഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള amount. We have completed descriptive. What do you want? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് MCQയിലേക്ക് പോകണോ അതോ ഡയറക്റ്റ്ലി MCQയിലേക്ക് പോവേ? ഒരു ക്വസ്റ്റ്യൻ തന്നെ പല സബ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് പ്രസന്റേഷൻ? സി, രണ്ട് രീതിയിൽ വരാം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ. വൺ ക്യാൻ ബി, ഇപ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 2 സബ് പോയിന്റ് ബിയിൽ അതിൽ തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് 3ഉം ഡിഫറെന്റ് പ്രൊവിഷൻ ബേസ്ഡ് ആണെങ്കിൽ, അതിൽ പ്രൊവിഷൻസ് എല്ലാം ഡിഫറെന്റ് ആണെങ്കിൽ നിങ്ങൾ ഓരോന്നിനും ഡിഫറെന്റ് പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ, പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ, പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ അങ്ങനെ എഴുതേണ്ടി വരും. ഇഫ് എല്ലാം കണക്റ്റഡ് ആണ്, ഒരേ പ്രൊവിഷൻ ബേസ് ആയിട്ടുള്ള സാധനമാണ്, ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് പ്രൊവിഷൻ കോമൺ ആയിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് അനാലിസിസ് കൺക്ലൂഷൻ പാർട്ടിൽ 1ൽ എന്താ സംഭവിക്കുക, 2ൽ എന്താ സംഭവിക്കുക, 3ൽ എന്താ സംഭവിക്കുക എന്ന് എഴുതുക. ഐ തിങ്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെ മറ്റേ സബ്സിഡറി കമ്പനി CFS ഫയൽ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ വാട്ട് ഇഫ് അത് ലിസ്റ്റഡ് ആയിരുന്നെങ്കിൽ, സോ പ്രൊവിഷൻ ഇസ് ദ സെയിം. അപ്പൊ അതൊക്കെ ഈ കാറ്റഗറിയിലാണ് പെടുന്നത്. നിങ്ങൾ സെപ്പറേറ്റ് പ്രൊവിഷൻ എഴുതണ്ട. വാട്ട് ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ലാസ്റ്റ് എക്സാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാം എന്താ പറയാം അങ്ങനെ ചോദിച്ചാൽ ഓർമ്മ കിട്ടണ്ട. പ്രൊവിഷൻ സെയിം ആണ്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഒരു CFSന്റെ കേസിൽ അപ്പോൾ പ്രൊവിഷൻ വാസ് ദ സെയിം. നമ്മൾ ഈ മെത്തേഡിൽ എഴുതിയാൽ മതി. പ്രൊവിഷൻ പാരഗ്രാഫ് ഒറ്റ എഴുതി കൊടുക്കുക, അനാലിസിസ് കൺക്ലൂഷൻ സെപ്പറേറ്റ് എഴുതി കൊടുക്കുക. ഡയറക്ടേഴ്സ് ഇപ്പോൾ ഈ RTPയിൽ നമ്മൾ ഡയറക്ടർ ലോൺ കൊടുത്ത കേസ് നമ്മൾ പറഞ്ഞു, മിസ്റ്റർ ഗിവർ എന്നുള്ള കേസ്. അപ്പോൾ അവിടെയും വാട്ട് ഇഫ് ഡിക്ലറേഷൻ കൊടുത്തില്ല. അപ്പോൾ പ്രൊവിഷൻ പാരഗ്രാഫിൽ ഓൾറെഡി എഴുതിയിട്ട് ഡിക്ലറേഷൻ കൊടുക്കണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ സബ് റിക്വയർമെന്റിന്റെ അനാലിസിസ് കൺക്ലൂഷൻ മാത്രം സെപ്പറേറ്റ് എഴുതി കൊടുത്താൽ മതി. അതല്ല എല്ലാം ഡിഫറെന്റ് പ്രൊവിഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് എഴുതി കൊടുക്കുക. മേക്ക് ഷുവർ നിങ്ങൾ വീണ്ടും കുറേ ഇപ്പോൾ RTPയിൽ കുറേ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. മേലെ എഴുതിയ പ്രൊവിഷൻ സാധനം തന്നെ വീണ്ടും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. എന്തൊക്കെ ടൈപ്ഡ് കോണ്ടന്റ് ആണ്. ഈ ടൈപ്ഡ് സാധനം നമ്മളെ എക്സാമിൽ റിട്ടേൺ ആയിട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കുറേ ആവും. അത്ര ടൈം നമുക്ക് കിട്ടൂല. സോ മേക്ക് ഷുവർ ഡ്യൂപ്ലിക്കേഷൻസ് വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ആൻസറിൽ പ്രൊവിഷൻ ഉണ്ടാവണം, ഫാക്ട് ഉണ്ടാവണം, അനാലിസിസ് ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം. ദാറ്റ്സ് ഇറ്റ്. അത് ഇങ്ങോട്ട് ഈ മെത്തേഡിലും ചെയ്യാൻ പറ്റും, പല ക്വസ്റ്റ്യൻസിലും ഈ മെത്തേഡിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഐ ബി ലൈക്ക് പാരലി ഞാനിവിടെ സാർ ROC പോലെ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആക്ച്വലി ICAI is silent about it. സോ അവിടെയൊക്കെ നമ്മൾ ബെറ്റർ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ പറയാറ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ഹാവ് സീൻ ആൻ ആൻസർ ഷീറ്റ് ഓഫ് എ റാങ്ക് ഹോൾഡർ. ആൾക്ക് ലോയിൽ 70+ ഉണ്ടായിരുന്നു മാർക്സ്. ആൾ ആൻസർ ഷീറ്റിൽ ഒരുപാട് ഷോർട്ട് ഫോംസ് ഉണ്ട്, ഇഷ്ടം പോലെ ഷോർട്ട് ഫോംസ്, ഫുൾ ഷോർട്ട് ഫോംസ് വിച്ച് സാധാരണ നമ്മൾ എഴുതരുതെന്ന് പറയാം. ബട്ട് ദ തിങ് ഈസ് ആൾ ആൻസർ ഷീറ്റ് കണ്ടാൽ നമുക്ക് മാർക്ക് കൊടുക്കാൻ തോന്നും. കാരണം തലുണ്ട്. ആൻസർ ഷീറ്റ് കണ്ട അറിയിച്ച ചങ്ങായിക്ക് തലുണ്ട്. നമുക്ക് ആളൊന്നും നേരിട്ട് കണ്ടാൽ നമുക്ക് തോന്നും നമ്മൾ ഡു യു വാണ്ട് ടു ജോയിൻ ആ കമ്പനി എന്ന് ഓഫർ കൊടുക്കാൻ തോന്നും. അപ്പോൾ അത്രയും അടിപൊളി പേപ്പർ ആയപ്പോൾ ICAI വാസ് ലൈക്ക് MCQs എന്ന ഷോർട്ട് ഫോംസ് ഒന്നും ആക്കിയില്ല. ഇഫ് നമ്മളെ ആൻസറിൽ കോണ്ടന്റും ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് ഷോർട്ട് ഫോം ഉണ്ട് വന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ്. സോ അവോയ്ഡ് മാക്സിമം എന്നാണ് നമ്മൾ പറയാം. ഫോം നമ്പേഴ്സ് ഫുള്ള് പഠിക്കണോ? ആക്ച്വലി സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല, ഫോം നമ്പേഴ്സ് കമ്പൽസറി ആണ്. ഫോം നമ്പേഴ്സും എല്ലാം കമ്പൽസറി, ടെക്സ്റ്റിലുള്ളത് എല്ലാം വായിക്കാൻ നിന്നാൽ പല സിറ്റുവേഷൻസിലും പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി എക്സാമിൽ വന്നിട്ടുള്ള ഫോം നമ്പേഴ്സ് പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ പറയാറുണ്ട്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കാൻ നോക്കുക. ഇപ്പൊ ഞാൻ ഈ RTPയിലെ അമെൻമെന്റ്, ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അമെൻമെന്റ് ആയിരുന്നു. അത് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ നിന്നിട്ടില്ല. വൈ ഡിസ്കസ് ചെയ്യാൻ നിന്നിട്ടില്ല? ബിക്കോസ് അത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഈ May 25 പുതിയ ടെക്സ്റ്റ് വന്നല്ലോ, പഴയ ടെക്സ്റ്റും പുതിയ ടെക്സ്റ്റും നമ്മൾ ഡിഫറൻസ്, വൺ ഓഫ് ദി മെയിൻ ഡിഫറൻസ് വാസ് പഴയ ടെക്സ്റ്റ് ഉണ്ടായിരുന്ന കുറെ ഫോം നമ്പർ ICAI പുതിയ ടെക്സ്റ്റിൽ ഡിലീറ്റ് ചെയ്തു. ആ സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, ഈ ഫോം നമ്പേഴ്സ് നിങ്ങൾ പഠിക്കണ്ട, അത് ഓർത്ത് വെക്കണ്ട, വിച്ച് ഒരു ഫാക്കൽറ്റി പറയാൻ പാടില്ല. ICAI ടെക്സ്റ്റിലുള്ള സാധനമാണ്. ബട്ട് നമ്മൾ പറഞ്ഞ പാസ്റ്റ് ട്രെൻഡിന്റെ ബേസിസിലാണ്.
CA ഫൈനലിലുള്ള സമയത്തും അത്ര ഡെപ്തിൽ ICA ചോദിച്ചിട്ടില്ല. ഇന്ററിൽ എന്തോ പുതിയ സിലബസ് വന്ന് പുതിയ എഡിഷൻ ടെക്സ്റ്റ് വന്നപ്പോൾ അവരെന്തോ ആവേശത്തിൽ കുറേ വലിച്ചുവാരി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിങ്ങനെ കട്ട് ഷോർട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. സോ ദർ ആർ സ്റ്റിൽ സർട്ടൻ ഫോം നമ്പേഴ്സ് വിച്ച് നിങ്ങൾ കുറെ RTP അല്ലെങ്കിൽ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റി പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ ഏരിയ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ ടൈം വേസ്റ്റ് ചെയ്യണത് ചിലപ്പോൾ വേർത്ത് ആവില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ലൈക്ക് സെയിം ലൈക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടുത്തെ സെക്ഷൻ 29 ആണ്. 29 ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ല. ബട്ട് അവർ ചോദിച്ചു. അത് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് അത്രയും ഫോമുല നമ്മൾ പഠിക്കാൻ നിന്നാൽ ചിലപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. സോ അപ്പോൾ ചാർജസ് ചാപ്റ്ററിൽ CHG1 ഉണ്ട്, CHG7 ഉണ്ട്. CHG1ഉം 9ഉം കമ്പാരിറ്റീവ്ലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജസിന്റെ രജിസ്ട്രേഷന്റെ ഡിപെൻഡേഴ്സ് ആണെങ്കിൽ 9, അല്ലാത്ത 1 രജിസ്ട്രേഷൻ. മറ്റേ ചാർജസിന്റെ രജിസ്റ്റർ CHG7. ഇതല്ലാത്ത വേറെ കുറെ ഫോം നമ്പേഴ്സ് ഉണ്ട് വിച്ച് ഇഫ് പോസിബിൾ ഓർത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതർവൈസ് കമ്പൽസറി ആണ്. ലൈക്ക് സിലബസിലുണ്ട്, പഠിക്കണം. സി MCQ ഓൾവേസ് ഇൻ ലോ കഥ മൊത്തം വായിച്ചിട്ട് ക്വസ്റ്റ്യൻക്ക് പോവാൻ നിൽക്കല്ലേ. നേരെ ക്വസ്റ്റ്യൻ വായിക്കി. പലപ്പോഴും കഥ വെറുതെ വേസ്റ്റ് ആയിക്കാരം, സമയം കളയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനം. അത് ഈ RTP, ഇതിന്റെ മുന്നത്തെ RTP എല്ലാം കഥ അല്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്രയും ബോറടിച്ചിരിക്കുകയാണെങ്കിൽ കഥ വായിച്ചോളി. ബട്ട് ഐ വുഡ് സജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് സ്റ്റോറിയിലേക്ക് പോവാം. സോ സ്പെസിഫിക്കലി IC എന്താണ് ചോദിക്കുന്നത്, ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോറി നിങ്ങൾ തപ്പും. മറ്റേത് ഇവിടെ ഫുള്ള് ഇവർ കോളേജ് ഫ്രണ്ട്സ് ചെയ്യുന്നു, ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നു, കുറെ ക്ലാസ് കട്ട് ചെയ്തു, എന്നിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിച്ചു, അങ്ങനെ കുറെ ഒരു ആവശ്യമില്ലാത്ത കുറെ ഫാമിലി ബിസിനസ്സും കാര്യങ്ങളും എന്തൊക്കെയും ഡിസ്കസ് ചെയ്യും. സോ അത് അടക്കട്ടെ. മെയിൻ ഇവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കുക. പലപ്പോഴും ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാനും പറ്റാറുണ്ട്. അക്കോർഡിംഗ് ടു ദി അബവ് കേസ് സിനാരിയോ, അറിയില്ല, നമ്മൾ വായിച്ചിട്ടില്ല. Baking Point Limited closed its register of members for 12 days in connection with the issue of bonus shares to its shareholders. You are required to choose the correct option from those stated below as to the maximum time limit for which the register of members can be closed at any one time at a stretch. Register closure, section 91. രജിസ്റ്ററിന്റെ ക്ലോഷറിനെ പറ്റി സെക്ഷൻ 91. അവിടെ 2 കാര്യങ്ങളാണ് പറയണത്. ഒരു ഇയറില് ടോട്ടൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 45 ഡേയ്സ് ആണ് ക്ലോസ് ചെയ്യാൻ പറ്റുക. എന്നാൽ വൺ ടൈം ക്ലോഷർ, അതായത് അറ്റ് എ സ്ട്രെച്ച് കണ്ടിന്യൂസ് ആയിട്ട് 30 ഡേയ്സിന് മേലെ പോകാനും പാടില്ല. 2 റിക്വയർമെന്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് റോം ക്ലോസ് ചെയ്തതിൽ 30 മേലെ പോകാൻ പാടില്ല. മൾട്ടിപ്പിൾ ഒക്കേഷൻസ് നിങ്ങൾ റോം അങ്ങനെ ക്ലോസ് ചെയ്തു, ക്യുമുലേറ്റീവ് 45 മേലെ പോകാൻ പാടില്ല. ഇവര് 12 ക്ലോസ് ചെയ്ത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അറ്റ് എ സ്ട്രെച്ച് മാക്സിമം ടൈം ലിമിറ്റ് എത്ര ക്ലോസ് ചെയ്യാൻ പറ്റുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത്? 45 ഡേയ്സ്, 20 ഡേയ്സ്, 30 ഡേയ്സ്, 60 ഡേയ്സ്. നോക്കാം. 45 ഡേയ്സ് ഒരു വർഷം എന്നുള്ളതുണ്ട്. ഒരു ചോദിച്ചത് ഒരു വർഷമല്ല. ഓപ്ഷൻ സി. പൂജ, വെരി ഗുഡ്. 20 എന്നുള്ള സാധനമല്ല, 60 എന്നുള്ള സാധനമില്ല. ഓപ്ഷൻ സി. ഓക്കെ. Baking Point Limited declared issue of bonus shares in the ratio 1:2 to its shareholders. Which one of the following resources Baking Point Limited was not permitted to capitalize? നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ റിസർവ്സ് ക്യാപിറ്റലൈസ് ആവാണല്ലോ. റിസർവ് മാറി ബോണസ് ഷെയർ ക്യാപിറ്റൽ ആവുകയാണ്. അപ്പോൾ ഏതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദിക്കുന്നത്. ബോണസ് ഷെയർ സെക്ഷൻ 63 പ്രകാരം നമുക്ക് എവിടെ നിന്നൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും? നിങ്ങളെ ബാലൻസ് ഷീറ്റിൽ നിങ്ങളെ കമ്പനിയിൽ CRR ഉണ്ടെങ്കിൽ CRR പറ്റും. ഫ്രീ റിസർവ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും പറ്റും. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും പറ്റും. SP, FR, ഈ 3 സംഭവങ്ങൾ. എക്സാക്ട്ലി പൂജ, വെരി ഗുഡ്. CRR, SP 52 പറയുന്നത് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അവിടെ 5 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണസ് ഷെയർസ്, ബൈ ബാക്ക്, കമ്മീഷൻ ഓൺ ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഷെയർസ് ഡിബെഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുക, പ്രീമിയം റിഡംഷൻ, പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ. FR എന്തിനും പറ്റും. ഈ 3 കാര്യങ്ങളിൽ പറ്റുള്ളൂ. ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് നോട്ട് പെർമിറ്റഡ് 2 crore laying in credit of free reserves. They asked, okay, എന്തിനും പറ്റൂല എന്നല്ല, was not permitted. Okay. Was not permitted to capitalize securities premium. ഇതൊക്കെ പറ്റും. ഇതൊന്നും ഓപ്ഷൻ. സെക്യൂരിറ്റീസ് പ്രീമിയം പറ്റും, ഫ്രീ റിസർവ്സും പറ്റും.
സി ഓപ്ഷൻ സി പൂജ. ഓക്കെ. ഇഷ്യൂ bonus shares was not permitted capitalize revaluation reserve. പറ്റൂല. അപ്പോൾ ഡി എന്താ? CRR പറ്റും. സോ ഓപ്ഷൻ സി. സി ഹൗ ക്യൂട്ട്. ICI അവർക്ക് വേണമെങ്കിൽ നമുക്ക് പണി തരായിരുന്നു. അമൗണ്ട് മാത്രം പറഞ്ഞിട്ട് ആ അമൗണ്ട് ഏതാ സാധനം എന്നുള്ളത് നിങ്ങൾ ബാലൻസ് ഷീറ്റിന് തപ്പി പിടിച്ചോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം പോകുമായിരുന്നു. ഇവിടെ അതൊന്നുമല്ല. ഒരു ക്യൂട്ടായിട്ട് സാധനം എന്താണെന്നും പറഞ്ഞു, അമൗണ്ട് എന്താണെന്നും പറഞ്ഞു. നമുക്ക് മേലത്തെ സ്റ്റോറിന്റെ ഒരു ആവശ്യം വന്നില്ല. ഇവിടെയും ഒരു കറക്റ്റ് ആയിട്ട് വൺ ടൈം ക്ലോഷർ എത്ര ഇവർ ചെയ്ത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർ എത്ര ക്ലോസ് ചെയ്തു കഥ മൊത്തം വായിക്കേണ്ടി വന്നിരുന്നു. അതൊന്നുമില്ല. ഇവർ 12 ദിവസമാണ് ക്ലോസ് ചെയ്തത്. വൺ ടൈം എത്ര ക്ലോസ് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. It is evident from the above case scenario that Baking Point Limited closed the register of members for the first time in the year 25 for 12 days for the purpose of issuing bonus shares with shareholders. Maximum for how many times and for how much period or periods a company is permitted to close the ROM in each year? ഒരു വർഷത്തിൽ 45 days. Total cumulative. അപ്പോൾ 45, 60, 90, 100. 45, 60, 90, 100. A. Baking Point Limited issued bonus shares with shareholders 1:2. Which of the following statement is true? Either true regarding issuance of bonus shares. Bonus shares can be issued only if authorized by articles. Yes. Articles authority വേണം. കഴിഞ്ഞ്. But again, ആവേശം പാടില്ല. ബാക്കിയുള്ളതും വായിച്ചു നോക്കുക. സാറേ ഒരു ട്രൂ ഏതാന്നല്ലോ ചോദിച്ചു. ഇത് ട്രൂ ആണല്ലോ. യെസ്, ഇത് ട്രൂ ആണ്. വാട്ട് ഇഫ് അടുത്ത പോയിന്റിൽ അവര് ആർട്ടിക്കിൾസിൽ അതോറിറ്റിയും വേണം, ഓർഡിനറി റെസൊല്യൂഷനും പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും ട്രൂ ആണ്. അപ്പൊ ഏതാ ഏറ്റവും സ്പെസിഫിക് ട്രൂ നോക്കേണ്ടി വരും. സോ ഈവൻ ഇഫ് യു ഫീൽ എ ഇസ് കറക്റ്റ്, ബാക്കിയുള്ളതും വായിച്ചു നോക്കുക. ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് അപ്രൂവൽ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പറ്റൂല. കാരണം സെക്ഷൻ 63 പ്രകാരം ബോണസ് ഷെയർസ് ഇഷ്യൂ ആണെങ്കിൽ ആർട്ടിക്കിൾസിൽ അതോറിറ്റി വേണം, ബോർഡ് റെസൊല്യൂഷൻ വേണം, ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണം. പിന്നെ നമ്മൾ CRR, SPFR, റിസർവ്സ് ഏതൊക്കെയെന്നൊക്കെ പറയുന്നുണ്ട്. ബോണസ് ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ അഡീഷണൽ ക്യാപിറ്റൽ കോൺഫിഡൻസ് ഷെയർഹോൾഡേഴ്സ്. അങ്ങനെ ഒരു സാധനം തന്നെ അല്ല. ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലോവർ ദൻ മാർക്കറ്റ് വാല്യൂ. അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ബോണസ് ഷെയർ നമ്മൾ ആക്ച്വലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. ടോക്കിംഗ് അബൌട്ട് തിയറി ഓവർ ദർ. ഇത് നത്തിങ് ലൈക്ക് അതിനേക്കാൾ കുറഞ്ഞ വാല്യൂക്കാണ് കൊടുക്കുക എന്നുള്ളത്. കുറഞ്ഞ വാല്യൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒക്കെ നമ്മൾ ഫേസ് വാല്യൂനേക്കാൾ കുറഞ്ഞ എമൗണ്ട് കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ദ ആപ്റ്റ് ആൻസർ ഓവർ ഹിയർ ഇസ് ആർട്ടിക്കിൾസിൽ അതോറിറ്റി വേണം. Baking Point Limited declared a final dividend for financial year 23-24 at its AGM. As per Companies Act, what should the company do if the shareholder does not claim the dividend within 30 days? ഈ സെക്ഷൻ 123 പ്രകാരം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേയ്സിൽ അതിന്റെ പേയ്മെന്റ് റെസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിന് പോകണം. 5 ഡേയ്സിൽ SSBക്ക് പോകണമെന്ന് പറഞ്ഞു. പിന്നെ സെക്ഷൻ 127 പറയുന്നുണ്ട് 30 ഡേയ്സിൽ അതിന്റെ പേയ്മെന്റ് നടത്തണം. 5 ഡേയ്സിൽ SSB, സെപ്പറേറ്റ് ഷെഡ്യൂൾ ബാങ്ക് അക്കൗണ്ട്. 30 ഡേയ്സിൽ പേയ്മെന്റ് നടത്തണം. 30 ഡേയ്സിൽ പേയ്മെന്റ് നടന്നില്ലെങ്കിൽ സെക്ഷൻ 124 സേസ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് 7 ഡേയ്സിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യാൻ ഡിലേ വരുത്തിയാൽ 12% ഇൻട്രസ്റ്റ് അട്രാക്ട് ആവുന്നൊക്കെ പറയുന്നുണ്ട്. സോ എത്ര what should the company do if the shareholder does not claim the dividend within 30 days? Immediately transfer to IEPF? ഇല്ല. IEPF സെക്ഷൻ 125 ആണ്. അത് 7 വർഷം കഴിഞ്ഞിട്ടാണ് IEPFക്ക് പോവുക. Company must transfer unpaid dividend account to special unpaid dividend account within 7 days after the expiry. Yes. Dividend remains with the company until the shareholder claims it. ഇല്ല, അങ്ങനെ സാധനമില്ല. 7 വർഷം കഴിഞ്ഞിട്ടും ആരും അൺപെയ്ഡ് അൺക്ലെയിംഡ് ആണെങ്കിൽ IEPFക്ക് പോകും. അപ്പോൾ കമ്പനി അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ ഇല്ല. കമ്പനി മസ്റ്റ് ക്യാൻസൽ ദി ഡിവിഡൻഡ് ആൻഡ് ക്രെഡിറ്റ് ദി എമൗണ്ട് ടു ഫ്രീ റിസ്ക്. അങ്ങനെ ഒരു സംഭവമില്ല. സോ ദി ആൻസർ ഇസ് ബി. 30 കഴിഞ്ഞിട്ട് വിത്തിൻ 7 days അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. As per Companies Act, how long must Banking Point Limited retain books of accounts? Another 8 വർഷം. സെക്ഷൻ 128. കമ്പനീസ് ആക്ടിൽ നോർമലി ഒരു ടോപ്പിക്കിൽ പീരീഡ് പറയുകയാണെങ്കിൽ ഒന്നുകിൽ 8 years എന്ന് പറയും, അല്ലെങ്കിൽ പെർമനന്റ്ലി എന്ന് പറയും. ലൈഫ് ഇല്ലാത്ത സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, അത് നമ്മൾ പെർമനന്റ്ലി മെയിൻറ്റെയിൻ ചെയ്യണം. ലൈഫുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ 8 വർഷമാണ് മെയിൻറ്റെയിൻ ചെയ്യുക. രജിസ്റ്റർ ഓഫ് ചാർജസ് 8 വർഷം, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 8 വർഷം. സി. Suppose now Baking wants to appoint internal auditor to review its operations and compliance. As per Companies Act, which of the following statements is correct? Internal auditor, section 138 ആണ് അക്കൗണ്ട്സ് ഉള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ. മാൻഡേറ്ററി ഫോർ ഓൾ കമ്പനീസ് അല്ല. നോ അവിടെ ലിസ്റ്റഡ്. പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ ഓർ നിങ്ങൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, പബ്ലിക് കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ സി പൂജ. ഓക്കെ. നിങ്ങൾ deposits 25 CR or above,
ഷെയർ ക്യാപിറ്റൽ 50 CR or above, ബോറോയിങ്സ് 100 CR or above, ടേൺ ഓവർ 200 CR or above. ഇതിൽ ഏതെങ്കിലും ഒന്ന് അട്രാക്ട് ആയാൽ അപ്പോയിന്റ് ചെയ്യണം. പ്രൈവറ്റ് കമ്പനി ഈ ലാസ്റ്റ് രണ്ടെണ്ണം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ. ആൻഡ് ബോറോയിങ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആണ്, ഔട്ട്സ്റ്റാൻഡിങ് അല്ല. ആ വർഷത്തിൽ എപ്പോഴെങ്കിലും 100 മേലെ ആക്സെപ്റ്റ് ചെയ്തു, ബോറോയിങ് എടുത്തു. ഈവൻ ഇഫ് നിങ്ങൾ ഒരു 110 എടുത്തു, ഇത് കഴിഞ്ഞ RTPയിലെ ക്വസ്റ്റൻ തോന്നുന്നു, ഓർമ്മയില്ല, എക്സാമിൽ വന്ന ക്വസ്റ്റൻ. 110 എടുത്തു, എന്നിട്ട് ഒരു 20 കോടി റീപേ ചെയ്തു. ഒരു 90 CR ആ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് 100 ക്രോസ് ചെയ്തിട്ടില്ലല്ലോ എന്നല്ല നോക്കുക, ആ വർഷം 100 ക്രോസ് ചെയ്തില്ലേ ഇന്റേണൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഓൺലി ഇൻ ദി കേസ് ഓഫ് ബോറോയിങ്. ഓക്കെ. അപ്പൊ ഇവരുടെ കേസിൽ മാൻഡേറ്ററി എന്നുള്ള പോയിന്റ് ഇല്ല. CA കാരനാവണം, അങ്ങനെ സംഭവമല്ല. CA, CMA, CS എനി പ്രൊഫഷണൽ ആവാൻ പറ്റും. ഇന്റേണൽ ഓഡിറ്റർ മേ ബി CA, CMA, CS. യെസ്, ഇന്റേണൽ ഓഡിറ്റർ മസ്റ്റ് ബി അപ്പോയിന്റഡ് ബൈ ഷെയർ ഹോൾഡർ. ഇല്ല, അങ്ങനെ സാധനമല്ല. അപ്പോൾ ആപ്റ്റ് ആൻസർ ഇതാണ്. ഇനിയുള്ള ഫുൾ ഇൻഡിപെൻഡന്റ് MCQ ആണ്. അതായത് ഈ കേസ് സിനാരിയോ MCQയിൽ നമ്മൾ ആ സ്റ്റോറി വായിക്കാതെയാണ് ഇത് ഫുള്ള് സോൾവ് ചെയ്തത്. ദിസ് വാസ് ദ സെയിം കേസ് ഇതിന് മുന്നത്തെ RTPയിലും. നിങ്ങൾ വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചോളി. ഒരു എന്താണ്, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ചെയ്യുന്നു, അവർ ചോക്ലേറ്റ്സ് ഉണ്ടാക്കാൻ, കേക്ക്സ്, പേസ്ട്രീസ്, റോൾസ് ഇതൊക്കെ ഉണ്ടാക്കുക, കുറേ പ്രൊഡക്റ്റ് ക്ലയൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ടെസ്റ്റ് മണി 50ഓളം ബ്രാഞ്ച് ന്യൂഡൽഹി. എൻ്റെ ഉമ്മോ, ആളെ തള്ളി മറിച്ചിട്ട് എവിടൊക്കെ കൊണ്ടുപോയി. ഇത് ശില്പി എക്സാമിന് പറ്റാറുണ്ട്. എക്സാമിന് പറ്റും, അത് പറ്റരുത്, അതുകൊണ്ടാണ് അത് പറയണത്. ഈവൻ എഫ് ഈവൻ എഫ് സ്റ്റോറി വായിക്കേണ്ട സിറ്റുവേഷൻ വന്നാലും റിക്വയർമെന്റ് എന്താ വായിച്ചൊരു സ്റ്റോറി വായിക്കുമ്പോൾ യു നോ ദാറ്റ് നിങ്ങൾ എന്താ സെർച്ച് ചെയ്യണമെന്നുള്ള സാധനം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തപ്പാൻ പറ്റും. മറ്റേത് ലൈക്ക് വാട്ട് വാസ് ദ യൂസ് ഓഫ് ദിസ് എൻറ്റയർ ശില്പി ആൻഡ് ശില്പ മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ, ഇൻ അഡീഷൻ ശില്പി ആൻഡ് ശില്പ ബേക്കിംഗ് പോയിന്റ് ലിമിറ്റഡ് എവർ പ്രൗഡ് ഓഫ് ഹാവിംഗ് സിൻസിയർ മാനേജ്മെന്റ് ഡ്രീം. പ്രഭാത്, ഇയാളൊക്കെ എന്തിനാണ് ഇവിടെ കൊടുക്കുന്നത്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സാഹിൽ ഡയറക്ടർ മാർക്കറ്റിംഗ് finance, to move understanding the need and power of the information technology, giving due weightage to the demand of changing laws and considering ഒക്കെ പോരാത്തിന് ബാലൻസ് ഷീറ്റും. XYZ LLP, a well established LLP, had two designated partners, Aditi, Rajiv. ഇത് വലിയ പ്രശ്നം. As per LLP Act, choose the correct option to XYZ LLP fails to appoint a second designated partner within the prescribed. LLPക്ക് 2 DP വേണം, 2 ഇൻഡിവിജ്വൽ DP ആയിട്ട് വേണം, അതിലൊരാൾ റെസിഡന്റ് ആയിരിക്കണം. ഓക്കെ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഒരു LLPയിൽ DPA ഇല്ല, അല്ലെങ്കിൽ ഒറ്റ DPA ഉള്ളൂ, എല്ലാ പാർട്ട്നേഴ്സിനും DP ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ തന്നെ നമുക്ക് റിക്വയർമെന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ. LLP വിൽ ഓട്ടോമാറ്റിക്, ഇപ്പോൾ ഇഫ് LLP ഒരു സെക്കൻഡ് DPനെ അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ? LLP ഓട്ടോമാറ്റിക് ഡിസോൾവ് ആവും, അങ്ങനെ ഒരു സംഭവമല്ല. Aditi വിൽ ബി റിമൂവ്ഡ് ആസ് റെസിഡന്റ് പാർട്ണർ. ആ ഉള്ള ആൾ റിമൂവ്ഡ് ആയി, അങ്ങനെ ഒരു സംഭവം ഒന്നും പറയണില്ല. ഇഫ് വൺ മോർ റെസിഡന്റ് പാർട്ണർ ഇസ് നോട്ട് അപ്പോയിന്റ് വിത്തിൻ 30 days. വെരി ഗുഡ്. ഇതാണ്, അതായത് വേക്കൻസി സംഭവിച്ചാൽ വിത്തിൻ 30 days അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ് റിക്വയർമെന്റ്. ഈച്ച് പാർട്ണർ ഓഫ് XYZ LLP വിൽ ബി ഡീംഡ് ടു ബി ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആൻഡ് വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ കംപ്ലൈന്റ്. നൗ ദിസ് ഇസ് ദ പോയിന്റ്. ഒരു LLP ഡെസിഗ്നേറ്റഡ് പാർട്ണറാണ്, ലോന്റെ കംപ്ലൈൻസും LLP എന്തെങ്കിലും ഒഫൻസ് ചെയ്താൽ അല്ലെങ്കിൽ ലോ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് ഒക്കെ ഡെസിഗ്നേറ്റഡ് പാർട്ണറാണ് കിട്ടുക. അത് 2 ആൾ വേണം. ഇഫ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം 2 ആൾ ഇല്ലെങ്കിൽ എല്ലാവരും ഡെസിഗ്നേറ്റഡ് പാർട്ണറായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അപ്പോയിന്റ് ചെയ്ത ടൈം എത്ര? ആ കാഷ്വൽ വേക്കൻസി സംഭവിച്ച ഡേറ്റ് 30 ദിവസം. സോ ദാറ്റ് ഇസ് എ പോയിന്റ്. ഫൈൻ 10 ലക്ഷം ഫോർ നോൺ കംപ്ലൈൻസ്. ROC വിൽ അപ്പോയിന്റ് ഇല്ല, അങ്ങനെ സംഭവമല്ല. പ്രണബ്, ഇന്ത്യൻ സിറ്റിസൺ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എന്താ സംഭവം? എന്താ? Pranab wishes to transfer proceeds from selling his property in Singapore to his bank account in India as per the provisions of foreign exchange. Which of the following statement is most accurate? Okay, അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രണബ് ഇന്ത്യൻ സിറ്റിസൺ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വർക്കിംഗ് multinational IT firm based in Singapore for over 8 years. During his tenure, he accumulated substantial savings in Singapore bank and invested in a few properties there. With a plan to permanently return to India, he decided to sell one of his properties and transfer the proceeds to his newly opened bank account in India. Simultaneously, Pranab's employer deputed him to India for a critical software development project for 3 years. Effective, his salary was credited to his Indian bank account. അവിടെ സിംഗപ്പൂരിൽ 8 വർഷം ഉണ്ടായിരുന്ന ആള് അതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ നാട്ടിൽ വരാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്.
അപ്പോൾ അവിടെയുള്ള പ്രോപ്പർട്ടി വിറ്റിട്ട് ഇങ്ങോട്ട് അയക്കാൻ പറ്റുമോ? ദിസ് ഇസ് ഒരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് കഴിഞ്ഞ എക്സാമിലും ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെക്ഷൻ 6 ഈ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, നിങ്ങൾ നോൺ റെസിഡന്റ് ആയ സമയത്ത് നിങ്ങൾ അവിടെ എന്തൊക്കെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, പ്രോപ്പർട്ടി അക്വയർ ചെയ്തു, നിങ്ങൾക്ക് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടി, ഇൻഹെറിറ്റൻസ് കിട്ടി, വാട്ട് എവർ, അത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. അത് അവിടെ ഡിസ്പോസ് ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്ത് കിട്ടിയ പൈസ നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കുക, ഇനി ആ ഡിസ്പോസ് ചെയ്ത് കിട്ടിയ പൈസ നിങ്ങൾക്ക് അവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ വീടുണ്ട്, ആ വീട് നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്തും അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യുക, അതിലൊരു കുഴപ്പമില്ല. ഫെമിലി നോ റെസ്ട്രിക്ഷൻസ്. ഹി ക്യാൻ ഫ്രീലി ട്രാൻസ്ഫർ ദ ഫുൾ എമൗണ്ട് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ആസ് നൗ ഹീ ഈസ് എ ഇന്ത്യൻ സിറ്റിസൺ. ഫസ്റ്റ് പാർട്ട് കറക്റ്റ് ആണ്. നൗ ഹീസ് എ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളതല്ല ആക്ച്വൽ നമ്മൾ അത് ആ പ്രോപ്പർട്ടി നിങ്ങൾ എപ്പോഴും അക്യൂർ ചെയ്ത് നമ്മൾ നോക്കണം. നിങ്ങൾ നോൺ റെസിഡന്റ് ആയ സമയത്ത് അക്യൂർ ചെയ്താണ് കിട്ടിയതാണ്, പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു, കറണ്ട് പോയി. ഹി കനോട്ട് ട്രാൻസ്ഫർ ദി എമൗണ്ട് അറ്റ് ഓൾ സിൻസ് ദ പ്രോപ്പർട്ടി വാസ് അക്യൂർഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇങ്ങനെ ഒരു സംഭവമല്ല. He can freely transfer the funds if the property was purchased while he was resident. Now, this is the most apt. He needs prior approval of RBI irrespective of how the property. ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. സോ ഈ രണ്ടും ഏകദേശം കറക്റ്റ് ആയിരുന്നു. കാരണം ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. ബട്ട് ദ പോയിന്റ് വാസ് അയാൾ ഇന്ത്യൻ റെസിഡന്റ് ആയതുകൊണ്ട് എന്നുള്ളതല്ല മെയിൻ ഫോക്കസ് വരുന്നത്. അയാൾ അത് അക്യൂർ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡ് ഇന്ത്യ റെസിഡന്റ് ആയതുകൊണ്ട്. Kanika Tripathi, accomplished classical dancer, invited Oxford University to perform at a cultural event. She seeks to withdraw 75,000 for tour expenses. What is the most likely restriction in FEMA? See, രണ്ട് സ്ഥലത്ത് ഈ കൾച്ചറൽ ഇവന്റുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഐസിയുടെ ടെക്സ്റ്റിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. CA ഫൈനലിൽ ഫെമയുടെ സമയത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ഫിലിം സ്റ്റാർ UK പോയിട്ട് ഡാൻസ് പെർഫോമൻസിന് പോവാണ്. അവിടെ ദിവാലിയുടെ ഒക്കേഷനിൽ അവിടെ പോയിട്ട് ഡാൻസ്, അപ്പോൾ അവർ ടീമിനൊക്കെ കൊണ്ടുപോകണം, ട്രൂപ്പ് ആയിട്ട് പോവാണ്. അപ്പോൾ ഈ പേർപ്പസിന് ഫണ്ട് വേണം, എന്താ ചെയ്യാന്നൊക്കെ. അത് ഷെഡ്യൂൾ 2-ൽ ഫെമേല കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ ഷെഡ്യൂൾ 2-ൽ വരുന്ന പോയിന്റ് ആയിരുന്നു, കൾച്ചറൽ ടൂർ എന്നുള്ള സംഭവമൊക്കെ. ഫെമേല കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ 3-ൽ പ്രൈവറ്റ് വിസിറ്റ്, ഗിഫ്റ്റ്, ഡൊണേഷൻ, ആ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഷെഡ്യൂൾ 2-ൽ വരുന്ന സംഭവമാണെങ്കിൽ CGയുടെ റെലവെന്റ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ വേണം എന്നുള്ള പോയിന്റാണ് വരുന്നത്. ഷെഡ്യൂൾ 3-ൽ വരുന്ന സംഭവമാണെങ്കിൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം അപ് ടു $250,000 വരെ അപ്രൂവൽ വേണ്ട. മോർ ദാൻ $250,000 ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ഫോർ എൻ ഇൻഡിവിജ്വൽ RBI അപ്രൂവൽ വേണം എന്നുള്ള പോയിന്റാണ് ആപ്ലിക്കബിൾ ആവുന്നത്. സോ ക്വസ്റ്റ്യൻ വേഗമാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് വേഗമായിട്ട് സാധനത്തിന് നമുക്ക് അസംഷൻ ഒക്കെ എഴുതി കൊടുക്കായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ആണ് നോക്കാനുള്ളത്. പ്ലസ് ഒരാൾ ഒറ്റക്ക് പോവാന്നാ പറഞ്ഞത്, അവിടെ പെർഫോം ചെയ്യാനെന്നാ പറഞ്ഞത്. ലെറ്റ്സ് സീ. ഷീ മസ്റ്റ് ഒബ്റ്റെയിൻ പ്രയർ അപ്രൂവൽ ഓഫ് RBI ബിഫോർ വിത്ഡ്രോയിങ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ കൾച്ചറൽ ടൂർ. $75,000 നോർമലി ഷെഡ്യൂൾ 3-ൽ അപ്രൂവലിന്റെ ആവശ്യം വരാറില്ല. ടൂർ എക്സ്പെൻസ് ആ പറഞ്ഞത്. ഈ ടൂർ എക്സ്പെൻസ് ആണ് നമ്മൾ പ്രശ്നം കേട്ടോ. കൾച്ചറൽ എന്നുള്ള വേർഡ് പറഞ്ഞു ഷെഡ്യൂൾ 2-ൽ വരാറുണ്ട്. ടൂർ എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രൈവറ്റ് വിസിറ്റിനുള്ള കാറ്റഗറിയിലും വരാം. Second, she can withdraw foreign exchange freely within the limits prescribed in liberalized remittance scheme. ഇത് ആപ്റ്റ് ആൻസർ ആണ്. ഇത് വരൂല, ഷെഡ്യൂൾ 3-ൽ വന്നിരുന്നെങ്കിലും വരൂല, കാരണം $75,000 ഉള്ളൂ. ഫോറിൻ എക്സ്ചേഞ്ച് വിത്ഡ്രോവൽ ഫോർ കൾച്ചറൽ പെർഫോമൻസ് ഇസ് പ്രൊഹിബിറ്റഡ് എന്നുള്ള സംഭവമല്ല. പ്രൊഹിബിറ്റഡ് ലിസ്റ്റ് ഷെഡ്യൂൾ 1-ലാണ്. അവിടെ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടേ ഇല്ല. ഷി മസ്റ്റ് ഫസ്റ്റ് ഒബ്റ്റെയിൻ വിസ ബിഫോർ വിത്ഡ്രോയിങ് ഫോറിൻ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമില്ല. മോസ്റ്റ് ആപ്റ്റ് ആൻസർ ഓവർ ഹിയർ ഇസ് ബി. So we have completed the RTP. അലോട്ട് ചെയ്ത ടൈമിൽ എപ്പോഴും ബാക്കിയുണ്ട്, ഹാഫ് ആൻ അവർ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മൾ RTPയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആവണമെന്നില്ല, എനിത്തിങ്. കുറെ ആളുണ്ട്, പക്ഷെ ഒരാളും റെസ്പോൺസിൽ ചാറ്റ് ബോക്സിൽ ആകെ ഒരു പൂജ കെ ഷാജി, ദിൽഷ്, ഷിഫാസ് ജാൻ, സിദ്ധാർത്ഥ്, മാനസ്, ടോഷിബ, ജിനീറ്റ, ജസ്റ്റി. യെസ്, ഐ ഗെസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്.
പെനാൽറ്റീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ? ICAന്റെ സ്റ്റാൻഡ് പെനാൽറ്റി പഠിക്കണം എന്നുള്ളതാണ്. സെക്ഷൻ നമ്പർ കമ്പൽസറി അല്ല, പെനാൽറ്റി പഠിക്കണം എന്നുള്ളതാണ്. ബട്ട് അവിടെ എനിക്ക് പറയാനുള്ള സെയിം സംഭവമാണ്. നമ്മൾ ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുമല്ലോ, എഫേർട്ടും ബെനിഫിറ്റും അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പെനാൽറ്റി ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലും വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് എക്സാമിൽ അവർ പെനാൽറ്റി ചോദിച്ചു? ലൈക്ക് പെനാൽറ്റി മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി അങ്ങനെ ചോദിച്ചാൽ തന്നെ ലൈക്ക് ഈവൻ ഇഫ് അതൊരു 1 മാർക്കിനൊക്കെ ചോദിച്ചെങ്കിൽ കാരണം ഇഷ്ടംപോലെ കമ്പനി സ്റ്റാക്കിൽ പെനാൽറ്റി നിറഞ്ഞു കിടക്കുകയാണ്. ഇനി നിങ്ങൾ പഠിച്ചു, അവർ ചോദിച്ചു, നിങ്ങൾക്ക് അത് പഠിച്ചത് ഓർമ്മല്ല. സോ ഐ വുഡ് സജസ്റ്റ്, ഇഫ് യു ഫീൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഡിഫിക്കൽട്ട് ആണ് തോന്നുകയാണെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ആ ടൈം നിങ്ങൾ ബാക്കി പ്രൊവിഷൻസ് പഠിക്കാൻ കാര്യങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്തോളൂ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കോളൂ. പിന്നെ ചില ഇമ്പോർട്ടൻറ്റ് പെനാൽറ്റി ഒക്കെ നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എക്സസ് ക്ലോസ് ചെയ്താൽ 30 ഡേയ്സിനേക്കാൾ അല്ലെങ്കിൽ 45 ഡേയ്സിനേക്കാൾ കൂടുതൽ ക്ലോസ് ചെയ്താൽ 5,000 പെർ ഡേ, മാക്സിമം 1 lakh വരെ പെനാൽറ്റി പോവാം. അപ്പോൾ 5,000 പെർ ഡേ, മാക്സിമം 1 lakh. അതേപോലെ തന്നെയായിരുന്നു AGMന്റെ പെനാൽറ്റി 99 പറയുന്നുണ്ട് 1 lakh + 5,000 പെർ ഡേ. അപ്പോൾ മിനിറ്റ്സ് ഇൻസ്പെക്ഷൻ കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവുക, ആനുവൽ റിട്ടേൺ ഫയലിൽ നിങ്ങൾ പെനാൽറ്റി എന്താ? ഇങ്ങനെ ചില സംഭവങ്ങൾ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത്. ബാക്കിയുള്ള പൊതുവെ നമ്മൾ ഇഗ്നോർ ചെയ്യാറാണ്. ബിക്കോസ് പെനാൽറ്റി സജസ്റ്റ് പല അമെൻമെന്റ്സിൽ പെനാൽറ്റി അവർ മാറ്റാറുണ്ട്. പല പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ് അത് ബൈഹാർട്ട് പഠിക്കാനൊന്നും നിൽക്കൂല. പലതും നമ്മൾ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ പറയും ഇത്ര പെനാൽറ്റി, നമ്മൾ ചലാൻ അടക്കുക, പൈസ അടക്കുക എന്നല്ലാതെ അവിടെ കുറെ ഡിസ്കഷനുള്ള സ്കോപ്പ് ഉള്ള സാധനമല്ല. സോ ചെക്ക്, പോസിബിൾ ആണെങ്കിൽ പഠിക്കുക, അതർവൈസ് അതിൽ ടൈം വേസ്റ്റ് ചെയ്യണ്ട. सेक्शन 68 सिद्धार्थ भाई क्या हुआ बाईबैक 68 പ്രോസസ് ഓഫ് ബൈബാക്ക് അതിലെന്താ പറ്റിയേ? ബൈബാക്കിന്റെ എവിടെ നിന്നൊക്കെ ഫണ്ട് എടുക്കാന്ന് പറയുന്നുണ്ട്, കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക് പറയുന്നുണ്ട്, പിന്നെ ഡോക്യുമെന്റ്സ് ആൻഡ് ഫയലിംഗ് ഇൻവോൾവ്, എന്തൊക്കെയാണ് ബൈബാക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, വലിയ ടോപ്പിക്കാണ്. സോ ഇൻട്രീം ഡിവിഡൻഡ് പ്രോഫിറ്റിൽ നിന്നും ഡിക്ലെയർ പ്രോഫിറ്റിൽ നിന്ന് ഏതൊരു സാധനവും ഫ്രീലി ഡിക്ലെയർ ചെയ്യാം. ഈ റിസർവ്സ് ഡിക്ലെയർ ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് നിങ്ങളെ കമ്പനിയിൽ ലോസ് ആണ്, ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ആണ്, അങ്ങനെ റിസർവ്സ് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അവിടെയും കമ്പനീസ് ആക്ട് പ്രൊഹിബിഷൻ പറയുന്നില്ല, റെസ്ട്രിക്ഷൻ, അതായത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഫൈനൽ ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ 3 കണ്ടീഷൻസ് നോക്കാനുണ്ട്. 3 കണ്ടീഷനിൽ വിച്ച് എവർ ഇസ് ലോവർ. ഇൻട്രീം ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം, അതായത് നിങ്ങൾ കഴിഞ്ഞ 3 വർഷത്തെ ഡിവിഡൻഡ് റേറ്റിന്റെ ആവറേജ് ക്രോസ് ചെയ്യാത്ത ഒരു റേറ്റ്, അത്ര. സോ ഓൾ ദീസ് റെസ്ട്രിക്ഷൻസ് ആർ ആപ്ലിക്കബിൾ. നിങ്ങൾ റിസർവ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവർ റെസ്ട്രിക്ട് ചെയ്യാണ്, തടഞ്ഞു വെക്കണം. പ്രോഫിറ്റ് ആണോ നിങ്ങൾ എത്രയും കൊടുത്തോളൂ, ആക്ടിൽ ഒരു തടസ്സവും പറയുന്നില്ല. നിങ്ങള് പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഡിക്ലെയർ ചെയ്യാന്ന്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വായിച്ചാൽ മാറിപ്പോയത്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാം, യെസ്, പ്രൊഹിബിഷൻ ഇല്ല. കഴിഞ്ഞ 3 വർഷം ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് റേറ്റിന്റെ ആവറേജ് ക്രോസ് ചെയ്യാൻ പാടില്ല. ഫൈനൽ ഡിവിഡൻഡ് അവിടെ 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ഇവിടെ നോക്കുള്ളൂ. കഴിഞ്ഞ 3 വർഷം ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് റേറ്റിന്റെ ആവറേജ്, വിച്ച് അഗെയിൻ മീൻസ് കഴിഞ്ഞ 3 വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ആൻഡ് ഈ വർഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. സെക്ഷൻ 68ൽ 25% ഇല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യോ? ഒന്ന് റെസൊല്യൂഷൻ്റെ അവിടെ സിദ്ധാർത്ഥ് ഭായി, അതായത് എന്ത് റെസൊല്യൂഷൻ ആണ് വേണ്ടത് ബൈബാക്കിന്? നിങ്ങൾ 10% വരെ ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ BR, 25% ഓഫ് പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം, 25% വരെയാണെങ്കിൽ SR. അത് റെസൊല്യൂഷന്റെ 25%. രണ്ടാമത്തെ 25% പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം എത്ര ബൈബാക്ക് ചെയ്യാന്നുള്ളത്. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ബൈബാക്ക് 25%-ന്റെ മേലെ പോകാൻ പാടില്ല, അത് ലിമിറ്റ് വെച്ചതാണ്. അതേപോലെ തന്നെ വേറെ ലിമിറ്റ് ആണ് 2:1 ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, അത് ക്രോസ് ചെയ്യാനും പാടില്ല. ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള നിങ്ങൾ ഡെറ്റ് ഇക്വിറ്റി 2:1 മേലെ പോകാനും പാടില്ല. സോ ദാറ്റ് ഇസ് ഫോർ ലിമിറ്റ്. ദി അതർ വൺ വാസ് ഫോർ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത്, SR ആണോ BR ആണോ എന്നുള്ളത്. ജനറൽ ക്ലോസ് ആക്ടിലെ ഡെഫിനേഷൻ ഉണ്ട്, സെക്ഷൻ 3 കമ്പൽസറി ആയിട്ട് പഠിക്കണം. ജനറൽ ക്ലോസ് ആക്ടിൽ സെക്ഷൻ 3 ബേസ് ചെയ്തിട്ട് ഡെഫിനേഷൻസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലൈക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ RTPയിലെ ഇംപ്രിസൺ എന്നുള്ള സംഭവം ഡെഫിനേഷൻ ബേസ്ഡ് ആണ്. അവിടെ റിപ്പീറ്റഡ്ലി വരാറുള്ള ചില ഡെഫിനേഷൻസ് ഉണ്ട്, ലൈക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലൈക്ക് ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഭയങ്കര പോപ്പുലർ ആണ്. ഫിനാൻഷ്യൽ ഇയർ കാലണ്ടർ ഇയർ, പിന്നെ നിങ്ങളോട് ഉറക്കത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയും. സോ അതുകൊണ്ട് അത്ര സ്ട്രെസ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ചില ഏരിയാസ് ഉണ്ട്. പിന്നെ പേഴ്സൺ എന്നുള്ളത്, ഓത്ത്. അപ്പോൾ GCയിൽ ഓത്തും സ്വെയറും ഇതൊക്കെ ഒരേ മീനിങ് വരുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് GC ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്, വോളിയം വളരെ കുറവാണ്. സോ അവിടെ അവർ ചോദിക്കാറുണ്ട്. പൂജ, ഇഫ് ദർ ഇസ് നോ പ്രോഫിറ്റ്, ഞാൻ ആദ്യം വായിച്ചത് തെറ്റിപ്പോയതാണ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. ഈ വോട്ടിംഗ് കമ്പൽസറി ഏതൊക്കെ കമ്പനീസിനാണ്? ഈ വോട്ടിംഗ് സെക്ഷൻ 108 ഈ വോട്ടിംഗ് കമ്പൽസറി കമ്പനീസ് ആക്ട് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസിനാണ്.
അവിടെ സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തത് രണ്ട് കമ്പനീസാണ്. ലിസ്റ്റഡ് കമ്പനീസും 1000 or more മെമ്പേഴ്സ് ഉള്ള കമ്പനീനെയാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തത്. സോ കീപ് ഇൻ മൈൻഡ്, എക്സാമില് ലിസ്റ്റഡ് കമ്പനി 1000 or more മെമ്പേഴ്സ് ഉള്ള കമ്പനി എന്ന് എഴുതിയ മാർക്ക് കിട്ടൂല. ദ ഫസ്റ്റ് സെന്റൻസ് ഷുഡ് ബി സെക്ഷൻ 108 പ്രകാരം CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസ്, അതായത് കമ്പനീസ് പ്രിസ്ക്രൈബ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്, ഫസ്റ്റ് ക്ലാസ് ഓഫ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ആ പ്രിസ്ക്രൈബ് ചെയ്തത് ആരൊക്കെ? ആസ് ഓഫ് നൗ ലിസ്റ്റഡും 1000 or more മെമ്പേഴ്സ് ഉള്ള കമ്പനി. ഗുഡ് ഫെയ്ത്ത് ജനറൽ ക്ലോസ് ആക്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യോ? ജനറൽ ക്ലോസ് ആക്ടിൽ ഗുഡ് ഫെയ്ത്ത് അവർ പറയുന്നത് എനിത്തിങ് ഡൺ ഓണസ്റ്റ്ലി, വെദർ നെഗ്ലിജന്റ്ലി ചെയ്തതാണെങ്കിലും ഗുഡ് ഫെയ്ത്ത് ആണ്. നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ചെയ്തതാണോ, ഒരാളെയും പറ്റിക്കുക ഇന്റൻഷനോ കാര്യങ്ങളൊന്നുമില്ല, ഓണസ്റ്റ്, ഈവൻ ഇഫ് കെയർലെസ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഈ രണ്ട് വേർഡാണ്, ഓണസ്റ്റ്ലി ചെയ്തതാണ്, നെഗ്ലിജന്റ്ലി ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ജനറൽ ക്ലോസ് ആക്ടിലെ ഗുഡ് ഫെയ്ത്തിന്റെ ഡെഫിനേഷൻ. ബട്ട് ദ തിങ് ഇസ്, ജനറൽ ക്ലോസ് ആക്ടിലെ ഗുഡ് ഫെയ്ത്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പലതും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഒരാൾ ഒരു സാധനം പെർച്ചേസ് ചെയ്തു, അയാൾ കെയർലെസ് ആയിട്ടാണ് വാങ്ങിയത്. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൽ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, ഡിഫക്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ കെയർലെസ് ആയിട്ട് വാങ്ങി, പക്ഷെ ഓണസ്റ്റ്ലി ആണ് വാങ്ങിയത്. അത് ഗുഡ് ഫെയ്ത്ത് ആണോ എന്നാണ് ചോദിക്കണത്. ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം ഓക്കെ ഗുഡ് ഫെയ്ത്ത് ആണ്. പക്ഷേ ജനറൽ ക്ലോസ് ആക്ട് ക്ലിയർലി ഒരു സ്റ്റാൻഡ് പറയാറുണ്ട്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആക്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ GCA നോക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആക്ടുകൾ, ഇപ്പോൾ കോൺട്രാക്ട് ആക്ട് ആയാലും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആയാലും എല്ലായിടത്തും പറയാറുണ്ട്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിലും പറയാറുണ്ട്, നെഗ്ലിജൻസ് നിങ്ങളുടെ ഫോൾട്ടാണ്. ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ക്യാവിറ്റി ടെൻഡർ എന്നൊക്കെ പറയുന്നുണ്ട്, ബയർ ബിവെയർ. അപ്പോൾ ജനറൽ ക്ലോസ് ആക്ടിലെ പ്രൊവിഷൻ നമ്മൾ നോർമൽ ലോ വെച്ച് നോക്കുമ്പോൾ ഒരാൾ നെഗ്ലിജന്റ്ലി ചെയ്തതാണെങ്കിൽ അയാള് അവിടെ അയാളെ ഫോൾട്ടാണ് എന്ന് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ജനറൽ ക്ലോസ് ആക്ടിലെ ഗുഡ് ഫെയ്ത്തിനെ ബേസ് ചെയ്തിട്ട് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 3 times എങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. ഈ 3 വട്ടം ഇങ്ങനത്തെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഒരു സാധനം വാങ്ങി കെയർലെസ് ആയിട്ടാണ് വാങ്ങിയത്, ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്ത് പറയാൻ പറ്റുമോ? ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്ത് പറയാൻ പറ്റൂല. അത് ജനറൽ ക്ലോസ് ആക്ടിൽ പ്രശ്നമല്ല, പക്ഷേ ജനറൽ ക്ലോസ് ആക്ടിന്റെ പ്രൊവിഷൻ അല്ല അവിടെ ഡയറക്ട്ലി ആപ്ലിക്കബിൾ ആണ്. ആ റെസ്പെക്റ്റീവ് ആക്ടിൽ അത് ഗുഡ് ഫെയ്ത്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. അതുകൊണ്ട് സോ ആസ് പെർ GCA, ഓണസ്റ്റ്ലി ഡൺ, വെദർ ഡൺ നെഗ്ലിജന്റ്ലി ഓർ നോട്ട്, ഗുഡ് ഫെയ്ത്ത് ആണ്. അഫിഡവിറ്റ് സെക്ഷൻ 30. അഫിഡവിറ്റും ഓത്തും സ്വേറും, ഈ 3 സാധനമാണ് സെയിം ഡെഫിനിഷൻ വരുന്നത് GCA സെക്ഷൻ 30 ഓർഡിനൻസ് എക്സ്പെൻസ്. അതായത് GCA ആർക്കാണ് ആപ്ലിക്കബിൾ ആവുക? GCA ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനിലും പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സെൻട്രൽ ആക്ടിൽ അല്ലെങ്കിൽ റെഗുലേഷനിൽ ഇങ്ങനെ ഒരു വേർഡ് കണ്ടാൽ അത് ഇങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സെൻട്രൽ ആക്ടിൽ മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് ആവട്ടെ, അല്ലെങ്കിൽ ടൈം കമ്പ്യൂട്ട് ചെയ്യുക ഫ്രം ടു, അപ്പൊ ഫ്രം എക്സ്ക്ലൂഡ് ടു ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാ സെക്ഷൻസിലും അവർ സെൻട്രൽ ആക്ട് സെൻട്രൽ ആക്ട് സെൻട്രൽ ആക്ട് എന്നാണ് പറഞ്ഞത്. ബട്ട് നൗ ദി ക്വസ്റ്റ്യൻ ഇസ്, ഓക്കെ സെൻട്രൽ ആക്ട്, പാർലമെന്റ് പാസ് ചെയ്ത ആക്ട്, അത് സെൻട്രൽ ആക്ട്. വാട്ട് അബൌട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസിഡന്റിന് നിയമം പാസ് ചെയ്യാനുള്ള പവർ ഉണ്ട്, വിച്ച് വി കോൾ ഇറ്റ് ആസ് ഓർഡിനൻസ്. പാർലമെന്റ് സെഷനിൽ ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റിന് ഓർഡിനൻസ് പാസ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുറെ പറയണ്ടാവും. ഇപ്പൊ ചാർജസ് ചാപ്റ്ററിൽ സെക്ഷൻ 77 രജിസ്ട്രേഷൻ ഓഫ് ചാർജസിന്റെ അവിടെ 2 November 2018 മുന്നേ ക്രിയേറ്റ് ചെയ്ത ചാർജ്, 2 November ശേഷം ക്രിയേറ്റ് ചെയ്ത ചാർജ്, അതിന് മെത്തേഡിൽ ഡിഫറൻസ് ഉണ്ട്. ആ 2 November റെലവൻസ് ആക്ച്വലി വരുന്നത് അത് പ്രസിഡന്റ് ഓർഡിനൻസ് പാസ് ചെയ്ത ഡേറ്റ് ആണ്. അപ്പോൾ പ്രസിഡന്റ് ഇങ്ങനെ പാസ് ചെയ്യണ ഓർഡിനൻസ്, ഏതെങ്കിലും ഓർഡിനൻസ് പാസ് ചെയ്തു, ആ ഓർഡിനൻസിൽ എന്തെങ്കിലും വേർഡ്സിൽ കൺഫ്യൂഷൻ വന്നാൽ, ഒരു പ്രൊവിഷനിൽ കൺഫ്യൂഷൻ വന്നാൽ GCA നോക്കാൻ പറ്റൂലേ? കാരണം GCA 29 സെക്ഷൻസ് വരെ ഒരു ഓർഡിനൻസ് പറഞ്ഞിട്ടില്ല. അത് അഡ്രസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 30, വിച്ച് സേസ് ഈ ആക്ടിൽ wherever you see the word act, central act, അതിൽ ഓർഡിനൻസും പെട്ടു, എക്സെപ്റ്റ് സെക്ഷൻ 5, എക്സെപ്റ്റ് സെക്ഷൻ 25. സെക്ഷൻ 5 ഒക്കെ സ്പെസിഫിക് ആയിട്ട് കമ്മിങ് ഇൻ ടു ഓപ്പറേഷൻ ഓഫ് എൻ എനാക്ട്മെന്റ്, ഒരു നിയമം എപ്പോൾ ഓപ്പറേഷനിൽ വന്നു എന്നാണ് പറയുന്നത്. നിയമം, ആക്ട്, അത് ഓർഡിനൻസിന്റെ കേസിൽ ആപ്ലിക്കബിൾ ആവില്ല. പിന്നെ 25 ഇതേമാതിരി. അപ്പോൾ 30 ദി കൺക്ലൂഷൻ സമ്മറി 30 പറയണത് ആക്ടിന്റെ ഇന്റർപ്രിട്ടേഷന് മാത്രമല്ല GCA യൂസ് ചെയ്യുക, ഓർഡിനൻസിന്റെ ഇന്റർപ്രിട്ടേഷനും. ഈ ആക്ടിൽ എവിടെയൊക്കെ നിങ്ങൾ സെൻട്രൽ ആക്ടിന്റെ വേർഡ് കണ്ടിട്ടുണ്ടോ അതിലൊക്കെ പ്രസിഡന്റ് പാസ് ചെയ്യുന്ന ഓർഡിനൻസും പെട്ടു എന്നാണ് സെക്ഷൻ 30 സമ്മറി. സാർ ഐ ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ്. GCA പൊതുവെ നൈറ്റ്മെയർ ആണ്. ഫുൾ അതിലെ ഡെഫിനിഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്.
സെക്ഷൻ 126 ഡിഫൈൻ ചെയ്യും. യു ടോക്കിംഗ് അബൌട്ട് അബേൻസ്, കമ്പനീസ് ആക്ട് ചാപ്റ്ററിൽ അബേൻസ്. കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്തു, റൈറ്റ് ഷെയർസ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരാള്, അത് നമ്മളെ കമ്പനി സു ലിമിറ്റഡ്, അപ്പോൾ ഒരാള് അയാളെ ഷെയർസ് വേറെ ആൾക്ക് വിറ്റു എന്ന് പറയണം. വി കോൾ ഹിം ട്രാൻസ്ഫർ, വി കോൾ ഹിം ട്രാൻസ്ഫർ പ്രൊവിഷൻസ് ഒക്കെ കവേർഡ് അണ്ടർ സെക്ഷൻ 56. അപ്പോൾ നമ്മൾ ഈ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, അല്ലെങ്കിൽ ബോണസ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യാണ് എൻ്റെ ഷെയർസ് ഞാൻ ഇയാൾക്ക് വിറ്റിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് കമ്പനി രജിസ്റ്ററും ചെയ്തിട്ടില്ല. നൗ ദർ ആർ ടു വേർഡ്സ് ഓവർ ഹിയർ. ദർ ഇസ് സംതിങ് നോൺ ആസ് ഷെയർ ഹോൾഡർ ആൻഡ് ദർ ഇസ് സംതിങ് നോൺ ആസ് മെമ്പർ. ഇത് പൊതുവെ ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, രണ്ടും ഒരേ മീനിങ് വരുന്നത്. ബട്ട് ആക്ച്വൽ മീനിങ് വരുന്നത്, മെമ്പർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ പേരുള്ള ആളാണ് മെമ്പർ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണോ ഷെയർ ഹോൾഡ് ചെയ്യണം അയാൾ നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കാം. നോർമലി ഷെയർ ഹോൾഡർ തന്നെയാണ് രജിസ്റ്ററിലും പേരുണ്ടാവുക. ബട്ട് ഈ കേസിലൊക്കെ ഇപ്പോൾ ഇത് മിസ്റ്റർ എ ബിക്ക് വിറ്റതാണ്. കമ്പനിയുടെ റെക്കോർഡ്സിൽ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എന്റെ പേരുണ്ടാവുക. ഈ ട്രാൻസ്ഫർ രജിസ്റ്റർ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ എന്റെ പേര് മാറിയിട്ട് ബി ആവുള്ളൂ. രജിസ്റ്റർ ചെയ്യണ വരെ എന്റെ പേരുണ്ടാവുക. അപ്പൊ ഈ കേസിൽ മെമ്പർ ആരാ ചോദിച്ചാൽ മെമ്പർ ഇപ്പോഴും എ ആണ്. പക്ഷെ ഷെയർ ഹോൾഡർ ആരാ ചോദിച്ചാൽ അത് എ ബിക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, എൻഡോസ് ചെയ്ത് കൊടുത്തു, സൈൻ ഒക്കെ ചെയ്ത് അയാളെ കയ്യിൽ കൊടുത്തു. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഷെയർ ഹോൾഡർ ബി ആണ്. ഈ സിറ്റുവേഷൻസ്, ഇതിന്റെ ഇടയിൽ കമ്പനി ഡിവിഡൻഡ് ബോണസ് ഷെയർസ് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കണം. നമ്മൾ ആർക്ക് കൊടുക്കും, എന്താ ചെയ്യുക? മെമ്പർ വേറെ, ഷെയർ ഹോൾഡർ വേറെ. കമ്പനീസ് ആക്ട് സെക്ഷൻ 126 പറയുന്നത് ആർക്കും കൊടുക്കില്ല, ഹോൾഡ് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് അബേൻസ് സേസ്. അപ്പോൾ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിവിഡൻഡ് ഒക്കെ നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് കൊണ്ടുപോയിടും. 124 പറഞ്ഞ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. സബ്സിക്വന്റ്ലി കമ്പനി ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്താൽ ട്രാൻസ്ഫറിക്ക് കൊടുക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ആയാൽ ട്രാൻസ്ഫർക്ക് കൊടുക്കും. അതുവരെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞ സെക്ഷനാണ് 126. ഇതാണ് 126 ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഡിവിഡൻഡ് കേസിൽ മാത്രം എക്സെപ്ഷൻ. നമുക്ക് ട്രാൻസ്ഫറിന്റെ കയ്യിൽ നിന്ന് റിട്ടേൺ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി. അതായത് ഒരാൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനിക്ക് ഡോക്യുമെന്റ്സ് കൊടുത്തപ്പോൾ തന്നെ പറയാണ്, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ രജിസ്ട്രേഷൻ പെൻഡിങ് വരികയാണെങ്കിൽ, ഡിലേ വരികയാണെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് ഹോൾഡ് ചെയ്യേണ്ട, ട്രാൻസ്ഫർക്ക് കൊടുത്തോളി എന്ന് ട്രാൻസ്ഫർ റിട്ടേൺ ആയിട്ട് കിട്ടിയാൽ പിന്നെ കമ്പനി ഹോൾഡ് ചെയ്യേണ്ട, ട്രാൻസ്ഫർക്ക് കൊടുക്കാം. പക്ഷെ ബോണസ് ഷെയർസ് റൈറ്റ് ഷെയർസിന്റെ കേസിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, എന്തായാലും ഹോൾഡ് ചെയ്യണം എന്നാണ് 126 പറയുന്നത്. പക്ഷെ ഇപ്പൊ മാംഗോ ട്രീ ആൻഡ് മാംഗോ അങ്ങനെ വരുമ്പോൾ there was an actual question about it. എനിക്ക് കറക്റ്റ് ആ ക്വസ്റ്റ്യൻ ഓർമ്മ കിട്ടില്ല, ഒന്ന് ചെക്ക് ചെയ്യാണ്ട്. അതായത് the problem over here is about ട്രീസ് മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ. ട്രീസ് നോർമലി ഇമ്മൂവബിൾ ആണ്. പക്ഷേ അത് സിവിയർ ചെയ്താൽ ലാൻഡ്, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡെഫിനേഷൻ പറയുന്നത് ലാൻഡ്, ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ്, തിങ്സ് അറ്റാച്ച് ടു എർത്ത്, എനിത്തിങ് പെർമനന്റ്ലി ഫാസ്റ്റ് ടു എനിത്തിങ് അറ്റാച്ച് ടു എർത്ത്, ഇങ്ങനെ 4 പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ട്രീസ് നോർമലി ഇമൂവബിൾ ആണ്. ബട്ട് പാർട്ടീസ് തമ്മിൽ എഗ്രി ചെയ്യാണ് ട്രീ സെപ്പറേറ്റ് ചെയ്തിട്ട് സിവിയർ ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂവബിൾ ആയി. പിന്നെ വീണ്ടും സ്റ്റാൻഡിങ് ടിമ്പർ എന്തുകൊണ്ടാണ് മൂവബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണത്, അതൊന്നും നമ്മളെ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ബട്ട് ദ പോയിന്റ് ഓവർ ദെയർ വാസ്, ഒരു സുപ്രീം കോടതിയുടെ ഒരു കേസിലുണ്ടായിരുന്നു, ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു, വെർ ബൈ ടിമ്പർ ആൾക്കാർ നടുന്നത് തന്നെ അത് ആ എന്താണ് ചന്ദനം എടുക്കുക എന്നുള്ള ഇന്റൻഷനിലാണ്. അപ്പൊ അത് മൂവബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു കേസിലോ വന്നിരുന്നു സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. ആ ബേസിസിലായിരുന്നു ടിമ്പറിന്റെ കേസിൽ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞു. അതർവൈസ് വേറെ ഏത് ട്രീസിന്റെ കേസിലും നോർമലി നമ്മൾ ഇമ്മൂവബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത് വെട്ടിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ലാൻഡിൽ നിന്ന് സിവിയർ ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവബിൾ എന്നുള്ള കാറ്റഗറിയിൽ വരും. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ഇത് എവിടെ വന്ന ക്വസ്റ്റ്യൻ, ബട്ട് റീസെന്റ് RTPയിലോ അതോ എക്സാമിലോ വന്ന ക്വസ്റ്റ്യൻ എന്നത്. മേ ബി ക്വസ്റ്റ്യൻ, കറക്റ്റ് ക്വസ്റ്റ്യൻ എന്തോ ഒരു സംഭവം പറയുന്നുണ്ടായിരുന്നു, കറക്റ്റ് ഓർമ്മട്ടില്ല. അയാൾ ആ ലാൻഡ് അടക്കം, ആ മാംഗോ ട്രീസ് അടക്കം കൊടുക്കാന്നുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും. That's it. Shall we conclude?